ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു നോക്കിയത്? എമർജൻസ് ഓഫ് സോഷ്യോളജി പറ്റി നമ്മൾ നോക്കുമായിരുന്നു അല്ലെ. ബേസിക്കലി നമ്മളൊരു ഓവറോൾ ഐഡിയ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓവറോൾ ഐഡിയ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം മോഡേണിറ്റി എന്താണെന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ ഒറിജിൻ ഓഫ് സോഷ്യോളജി. ഒറിജിൻ ഓഫ് സോഷ്യോളജിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി എന്തായിരുന്നു, ട്രഡീഷണൽ യൂറോപ്പിലായിരുന്നു സോഷ്യോളജിന്റെ ഒറിജിൻ വരുന്നത്. സോ ട്രഡീഷണൽ യൂറോപ്യൻ സൊസൈറ്റിയിൽ ബേസിക്കലി എക്കണോമിക് സിസ്റ്റം നമ്മൾ നോക്കുവാണെങ്കിൽ ലാൻഡ് സെൻട്രിക് ആയിരുന്നു. ഫ്യൂഡൽ ലോഡ്സ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിന്റെ ഒരു ബേസിക് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീസ് വന്നിട്ടില്ല. അപ്പൊ അതിന് മുമ്പ് എന്താണ്, അഗ്രികൾച്ചർ ആണ്. ദാറ്റ് ടു ഫ്യൂഡൽ ലോഡ്സ് ആണ്. ഫ്യൂഡൽ ലോഡ്സും സർഫും ആയിരുന്നു ബേസിക് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ആരാണ്, ലോഡ്സും. പെസൻസ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സെർഫ്സ് എന്ത് ചെയ്യുന്നു, സെർഫ്സ് ആർ വർക്കേഴ്സ് ഇൻ ദി ലാൻഡ്സ് എന്ന രീതിയിലായിരുന്നു. ഓക്കെ. സോ അതേപോലെ തന്നെ റിലീജിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലീജിയൻ ആണ് സൊസൈറ്റിന്റെ എല്ലാം എന്ന് പറയുന്നത്. എല്ലാം സാങ്ഷൻ ചെയ്യുന്ന ആരായിരുന്നു, റിലീജിയൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് റിലീജിയസ് ഹെഡ് ഡിസൈഡഡ് വാട്ട് ഈസ് മോറൽ, വാട്ട് ഈസ് നോട്ട് മോറൽ, വാട്ട് ഈസ് എല്ലാം. ഓക്കെ. ഇനിയിപ്പോ കിൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ പൊളിറ്റിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഗവർണൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഡിസൈഡഡ് ബൈ റിലീജിയസ് സാങ്ഷൻസ് ആണ്. മൊണാർക്കിക്കൽ റൂളിന്റെ കാര്യം നമ്മൾ ഗവൺമെന്റ് എങ്ങനെയായിരുന്നു, മൊണാർക്കി ബേസ്ഡ് ആയിട്ടുള്ള റൂൾസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ടു ലൈക്ക് കിങ് എന്താണ്, ഡിവൈൻ ഒറിജിൻ തിയറിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഡിവൈൻ ഒറിജിൻ ആണ്, ഡിവൈൻ റൂൾ ആയിരുന്നു, കിങ് ആണ് റൂൾസ് നോക്കുന്ന കാര്യം. ഏർലിയർ എന്തായിരുന്നു, അതേപോലെ തന്നെ പീരീഡ് ഓഫ് എൻലൈറ്റ്മെന്റ് സമയത്താണ് ഈ സാധനങ്ങളെല്ലാം ചലഞ്ച് ചെയ്യുന്നു. ആൻഡ് ഗോഡ് സെൻട്രിക്കൽ വേൾഡിൽ നിന്ന് നമ്മൾ ഹ്യൂമൻ സെൻട്രിക്കൽ വേൾഡിലേക്ക് പോയി. റിനൈസൻസിനെ എന്ത് ചെയ്തു, എ കൾച്ചറൽ അവേക്കനിങ് ആണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ആ പീരീഡിലൂടെ പോയപ്പം റിനൈസൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് എൻലൈറ്റ്മെന്റ് പീരീഡും ഉണ്ടായി, സയന്റിഫിക് റിസർച്ചിന്റെ പീരീഡും ഉണ്ടായി, സയന്റിഫിക് റെവല്യൂഷന്റെ പീരീഡും ഉണ്ടായി. സോ റിനൈസൻസ് ലെഡ് ദ പ്രോസസ് ഓഫ് സയന്റിഫിക് റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് എൻലൈറ്റ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ലൈഫ് ഓഫ് പൊളിറ്റി ആൻഡ് എക്കണോമിക്കൽ ലൈഫിൽ എന്ത് ചെയ്തു, റിനൈസൻസ് എൻലൈറ്റ്മെന്റ് പീരീഡും ഉണ്ടായി. ഇനി സയന്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അല്ലെങ്കിൽ സയന്റിഫിക് റിനൈസൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീരീഡ് സയന്റിഫിക് റെവല്യൂഷൻ മൂവ്മെന്റ് ചലഞ്ച് ദി പ്രീ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് നേച്ചർ അല്ലെ. പിന്നെ പ്രീ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് നേച്ചർ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രീ സയന്റിഫിക് എന്തായിരുന്നു, ഗോഡ് സെൻട്രിക് ആയിട്ടുള്ള റിലീജിയസ് എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള നേച്ചർ ആയിരുന്നു. സോ അത് മാറി നമ്മൾ എങ്ങോട്ട് പോയി, കുറച്ചുകൂടി സയന്റിഫിക് എക്സ്പ്ലനേഷൻ അല്ലെ ചർച്ച് സെൻട്രിക് എക്സ്പ്ലനേഷൻ നിന്നിട്ട് സയൻസ് ബേസ്ഡ് തിയറി ബേസ്ഡ് എക്സ്പ്ലനേഷനിലേക്ക് സൊസൈറ്റിയെ പോയി. സോ റെവല്യൂഷൻ ഹെൽപ്പ് ടു ഇൻട്രൊഡ്യൂസ് എ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് നേച്ചർ ബൈ ഹ്യൂമൻ ബീയിങ് ദംസെൽസ്. അതേപോലെ തന്നെ എന്ത് സംഭവിച്ചു, ഫോർ എക്സാമ്പിൾ ഐസക് ന്യൂട്ടൺ, ഗലീലിയോ ഗലീലി. ഇപ്പം കോപ്പർനിക്കസ് പറഞ്ഞു ഭൂമി അല്ല സെന്റർ എന്ന് പറയുന്നത്. ഏതാണ് സെന്റർ എന്ന് പറയുന്നത്, സൂര്യനാണ് എന്തെന്ന് പറയുന്നത് സെന്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗലീല് ടെലിസ്കോപ്പ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു നമ്മൾ എന്ന് പറഞ്ഞ സർക്കിളിലാണ് ഇവർ കറങ്ങാന്ന് വിചാരിച്ചു. സർക്കിളിലാണ് ശരിക്കും കറങ്ങുന്നത് അല്ല, പക്ഷെ എന്തിലാണ്, ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയാണ് കാരണം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി റിവോൾവ് ചെയ്യാന്ന് പറയുന്നത് ഇതുപോലെ ഒരു സർക്കിൾ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആക്ച്വലി എങ്ങനെയായിരുന്നു, ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ടെലിസ്കോപ്പ് ഉണ്ടാക്കി. ആൻഡ് ന്യൂട്ടൺ ഓൾസോ സെഡ് ദാറ്റ് ദർ ഈസ് എ കോൺസ്റ്റന്റ് ഗ്രാവിറ്റേഷൻ തിയറി, അതുപോലെ തന്നെ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തി. സോ എക്സ്പ്ലനേഷൻ ഓഫ് നാച്ചുറൽ ഫോഴ്സസ് ഓഫ് ഗ്രാവിറ്റേഷൻ ത്രൂ എക്സ്പെരിമെന്റ്, റീസൺ. എന്തൊക്കെ മെത്തേഡ്സ് ആണ്, ത്രൂ എക്സ്പെരിമെന്റ് നടത്തി, ത്രൂ റീസൺസ് ആൻഡ് മെറ്റീരിയൽ മാത്തമാറ്റിക്കൽ എൻക്വയറി, ലോജിക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ദേ ഫൈൻഡ് എ തിയറി ബേസ്ഡ് ഓൺ സയന്റിഫിക് റെവല്യൂഷൻ. എൻലൈറ്റ്മെന്റ് പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റെവല്യൂഷനെ പറ്റിയൊക്കെ നടക്കുന്നത് എൻലൈറ്റ്മെന്റിന്റെ പീരീഡിലാണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ എൻലൈറ്റ്മെന്റ് ഈസ് എ ഇന്റലക്ച്വൽ മൂവ്മെന്റ് ഹാപ്പൻഡ് ഇൻ 17th and 18th century in the Europe. സോ ഈ പീരീഡിൽ ബേസിക്കലി മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്, പവറിനെ എന്ത് ചെയ്യണം, ചോദ്യം ചെയ്യണം. ബേസിക്കലി മൊണാർക്കാണ് പവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദാറ്റ് വാസ് എക്സ്പ്ലോയിറ്റേറ്റീവ് ഓഫ് പീപ്പിൾ. ഇറ്റ് ഷുഡ് ബി ക്വസ്റ്റ്യൻഡ് എന്നുള്ളതാണ് ബേസിക് ഐഡിയ വരുന്ന ഒരു സാധനം. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്തു, ആദ്യം എൻലൈറ്റ്മെന്റ് പീരീഡിൽ വന്നിരിക്കുന്ന ആദ്യം ഉണ്ടായിരുന്ന ട്രഡീഷനെയും റിലീജിയസ് ആയിട്ടുള്ള സാങ്ഷൻഡ് ആയ സാധനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. സോ ബേസിക് ആയിട്ട് ഇവർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരുടെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ബെറ്റർ എക്കണോമി ഉണ്ടാക്കുക, ബെറ്റർ പൊളിറ്റി ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഹ്യൂമൻ should be ruling humans not by God's will. Scholars used to discuss what kind of governance should be good. ഫ്രീ സ്പീച്ചിനെ പറ്റി പറഞ്ഞു, വോൾട്ടേറിനെ പറ്റി പറയുന്നു. ഓക്കെ. അതുപോലെ ജോൺ ലൂക്ക, തോമസ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, സോഷ്യൽ കോൺട്രാക്ട് തിയറി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എൻലൈറ്റ്മെന്റിലെ മേജർ തിങ്കേഴ്സിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത മേജർ ആയിട്ട് വരുന്ന ഒരു തിങ്കറാണ് തോമസ് ഹോബ്സ് വരുന്നത്. തോമസ് ഹോബ്സ് പറയുന്നത് there should be a social contract. So they are contributing social contract theory. ആരൊക്കെ തമ്മിലാണ് കോൺട്രാക്ട് വരുന്നത്,
there will be monarch who will be ruling അല്ലേ? അതുപോലെ തന്നെ ആരും ഉണ്ടാവും? പീപ്പിളും ഉണ്ടാവും, അല്ലെങ്കിൽ കോമൺ മാൻ. ഈ പീപ്പിൾ എന്ത് ചെയ്യണം? ഹൗ ടു ഗീവ് സർട്ടൻ റൈറ്റ്സ് ടു ദി മൊണാർക്ക് അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫ്രീഡം എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ മൊണാർക്ക് ഇൻ റിട്ടേൺ എന്ത് ചെയ്യണം? ഇവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇവരുടെ കോമൺ ഗുഡിന് വേണ്ടിയിട്ടായിരിക്കണം മൊണാർക്ക് നിൽക്കണം എന്ന് പറയുന്നത്. ഈ തോമസ് ഹോബ്സ് എന്ത് ചെയ്യുന്നില്ല? ഇനിഷ്യലി തന്നെ മൊണാർക്കിക്കൽ സിസ്റ്റത്തിനെതിരല്ല. യു ഡു നോട്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് മൊണാർക്കിയൽ സിസ്റ്റം. ഈ ആസ് ഓൺലി പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? റൂൾ ചെയ്യുന്നത് എന്തിന്റെ പേരിലായിരിക്കണം? ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനോ റൈറ്റ് ചെയ്യാനാണ്. മൊണാർക്ക് സിസ്റ്റം മാറ്റണം എന്ന് തോമസ് ഹോബ്സ് പറയുന്നില്ല. പക്ഷെ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇനിഷ്യലി ദർ ഇസ് നോ റെസ്പോൺസിബിലിറ്റി. മൊണാർക്കിന് എന്തില്ല? ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല ആളുകളെ നോക്കണം എന്നുള്ളത്. കിങ്ങിന്റെ പണി നോക്കും അല്ലെ? അവരുടെ നന്മ അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് അല്ലല്ലോ. മൊണാർക്കിന്റെ സന്തോഷമാണ് മൊണാർക്ക് കൂടുതൽ നോക്കുക, പീപ്പിളിന്റെ സന്തോഷത്തിനെക്കാട്ടും. അത് പറ്റില്ല, ഗോഡ് വില്ലല്ല. പക്ഷെ എന്ത് ചെയ്യണം? ഇവര് മൊണാർക്ക് ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇൻഡിവിജ്വൽ ഷുഡ് ബി ഗവേൺഡ് ബേസ്ഡ് ഓൺ വെൽഫെയറിന്റെ പേരിൽ ചെയ്യണം. അവരുടെ എന്ത് ചെയ്യണം? പവർ എന്ത് ചെയ്യണം? കിങ്ങിന് കൊടുക്കണം. ഇൻ ടേൺ കിങ് എന്ത് ചെയ്യും? ഇവരെ പ്രൊട്ടക്ട് ചെയ്യും. സോ എല്ലാവരും കൂടുന്ന് നിൽക്കുന്നതുകൊണ്ടാണ് കിങ്ങിന് പവർ ഉള്ളത്. അതിന് പകരം കിങ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ റോസോയിലേക്ക് എത്തിയപ്പോഴേക്കും റോസോ എന്ത് ചെയ്തു? റോസോ ഇതേ സോഷ്യൽ കോൺട്രാക്റ്റിനെ നമ്മൾ കുറച്ചുകൂടി മൊണാർക്കൽ സ്ഥാനത്തിനെ ചലഞ്ച് ചെയ്തിട്ട് റോസോ ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ജനറൽ വിൽ. എന്താണ് ജനറൽ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റൂൾ ബൈ മജോറിറ്റി. ജനറൽ വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മജോറിറ്റിയുടെ റൂളിനനുസരിച്ചായിരിക്കണം. റൂൾ ബൈ മജോറിറ്റി, മജോറിറ്റിയുടെ വില്ലിനനുസരിച്ചായിരിക്കണം ജനറൽ വിൽ. ദാറ്റ് ഈസ് ദ ബേസിക്സ് ഓഫ് ഡെമോക്രസി. സോ മജോറിറ്റിന്റെ വില്ലിനനുസരിച്ചായിരിക്കണം ആളുകൾ എന്ത് ചെയ്യേണ്ടത്? റൂൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ക്വസ്റ്റ്യൻ ചെയ്തു? ആദ്യം ഇനിഷ്യലി മൊണാർക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. നൗ ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് റൂൾ ഓഫ് ഈവൻ മൊണാർക്കിന്റെ റൂൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതേപോലെ തന്നെ മൊണാർക്ക് വോൾട്ടയർ എന്ത് പറഞ്ഞു? വോൾട്ടയർ ഈസ് ടോക്കിംഗ് അബൌട്ട് ഫ്രീ സ്പീച്ച്. സോ ഇൻഡിപെൻഡൻസ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ പറ്റി വോൾട്ടയർ സംസാരിച്ചു. ഈവൻ സെഡ് ദാറ്റ് ദെർ വാസ് എ ഫേമസ് കോട്ട് അല്ലേ? ഐ മേ നോട്ട് അഗ്രി വിത്ത് വാട്ട് യു ആർ സെയിങ് ബട്ട് ഐ മേ ഡിഫെൻഡ് അണ്ടിൽ ഡെത്ത് ഫോർ യുവർ റൈറ്റ് ടു സേ സോ. നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ട് പറയുന്നതാണ് അല്ലെ? നിങ്ങൾ പറയുന്ന ചിലപ്പോൾ ഞാൻ അംഗീകരിച്ചൊന്നും വരില്ല, പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ് ഞാൻ എന്ത് ചെയ്യും? എന്റെ മരണം വരെ ഞാൻ അത് ഡിഫെൻഡ് ചെയ്യും. സോ വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതുപോലെ തന്നെ വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫെമിനിസ്റ്റ് സ്കോളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് തോട്ട് പറഞ്ഞുള്ള ആരാണ്? മേരി വോൾസ്റ്റൺ ക്രാഫ്റ്റ്. സോ മേരി വോൾസ്റ്റൺ ക്രാഫ്റ്റിന്റെ ഫസ്റ്റ് ബുക്കാണ് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ. So vindication of the rights of women, she is considered as one of the first feminist movement origin ആണ്. അതുവരെ പാട്രിയാർക്കൽ ആണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ പാട്രിയാർക്കൽ സൊസൈറ്റിനെതിരെ ആദ്യമായി ക്വസ്റ്റ്യൻ ചെയ്ത ഒരാളാണ് മേരി വോൾസ്റ്റൺ ക്രാഫ്റ്റ്. സോ ഇൻ ഹർ ബുക്ക് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ she started talking about women's right to have property. Till then മെന്നിന് മാത്രമേ എന്തുള്ളൂ? പ്രോപ്പർട്ടി റൈറ്റ് ഉള്ളൂ. ഈവൻ യു ആർ എ ക്ലർജി ഓർ കിങ് ആയാലും പ്രീസ്റ്റ് ആയാലും വുമൺ എന്തില്ല? റൈറ്റ്സ് ഇല്ല. Now under this they started talking about rights for women, property ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ്സിന് വേണ്ടിയിട്ട് കൺസേൺഡ് പ്രോപ്പർട്ടി റൈറ്റ്, അതുപോലെ തന്നെ ഹാവ് ഈക്വൽ റൈറ്റ് ഓൺ പ്രോപ്പർട്ടി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഡിവോഴ്സ്, ഇതൊക്കെ ആര് സംസാരിക്കാൻ തുടങ്ങി? വോൾസ്റ്റൺ ക്രാഫ്റ്റ് സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, ഈവൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ എന്താ എഴുതിയിട്ടിരുന്നത്? മെൻ ആൻഡ് വുമൺ എഴുതിയിട്ടില്ല, ഓൾ മെൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അവിടേക്ക് എന്താണ്? വുമണിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ അതിനൊക്കെതിരെ എന്ത് ചെയ്തു? ആദ്യമായിട്ട് എല്ലാ സ്ഥലത്തും മെൻ എന്നായിരുന്നു എഴുതിക്കൊണ്ടിരിക്കുക. വുമൺ മീൻസ് ഓൾ മെൻ ആർ ബോൺ ഈക്വൽ എന്നാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സ്പീച്ചിൽ മീൻസ് ആ റെക്കോർഡ്സിൽ വരുന്ന വേർഡ് എന്ന് പറയുന്നത് ഓൾ മെൻ ആർ ബോൺ ഈക്വൽ. ഇക്വാലിറ്റിനെ പറ്റി പറയുന്നത്. പക്ഷെ അവിടെ എന്താണ്? ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് മെൻ. So basically they started question about, because woman existence was not there till then. So womanന്റെ എക്സിസ്റ്റൻസിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു തിങ്കറാണ് നിങ്ങൾക്കറിയാം, ആഡം സ്മിത്ത്. Till then the economy was controlled by the monarch. So Adam Smith started speaking about free economy. There should not be any control on the economy by the government. So Adam Smith started talking about the free hands. അല്ലേ? എന്തുണ്ട്? എക്കണോമിനെ ആര് കൺട്രോൾ ചെയ്തോളും? ഓട്ടോമാറ്റിക്കലി ദ ഇൻവിസിബിൾ ഹാൻഡ് ഇൻ ദി എക്കണോമി. എക്കണോമിയിൽ എന്തുണ്ട്? ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്. ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദി എക്കണോമി. യു ഡോണ്ട് നീഡ് ടു കൺട്രോൾ. എന്ത് ചെയ്യണ്ട? മൊണാർക്ക് ഇടപെടണ്ട. ദർ ഷുഡ് ബി ഫ്രീ ഫ്ലോ ഓഫ് ട്രേഡ്. ലെറ്റ് ഇറ്റ് ബി ഫ്രീ. ലേസി ഫെയർ സിസ്റ്റം എന്നാണ് നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടോ? ലേസി ഫെയർ സിസ്റ്റം എന്നാണ് എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ വിളിക്കുക അല്ലെ? ബേസിക്സ് ആണ്. ഫ്രീ മാർക്കറ്റ് വിത്തൗട്ട് ദി ഇൻട്രഷൻ. സോ ബെറ്റർ എന്ത് ചെയ്യുന്നു? ഫ്രീ മാർക്കറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജസ്റ്റിസ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഡെലിവർ ആയിക്കോളും. യു ഡോണ്ട് ഹാവ് ടു വറി. മൊണാർക്ക് ഇറങ്ങണ്ട എന്നാണ് പറഞ്ഞത്. സോ ബേസിക്കലി ഓൾ ദീസ് തിങ്കേഴ്സ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്?
ഇതുവരെ തിയോക്രാറ്റിക് ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഗോഡ് സെൻട്രിക് ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ റിലീജിയസ് സെൻട്രിക് ആയിരുന്ന ഒരു സൊസൈറ്റിയിൽ നിന്നും കുറച്ചുകൂടി സൊസൈറ്റി എങ്ങോട്ട് പോവാണ്? ഇൻഡിവിജ്വലിസ്റ്റിക് പ്രിൻസിപ്പിളിലേക്കും റാഷണാലിറ്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള സൊസൈറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എൻലൈറ്റ്മെന്റിന്റെ ടൈമിലേക്ക് സൊസൈറ്റി പോകുന്നത്. ഈ എൻലൈറ്റ്മെന്റിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് സൊസൈറ്റി എന്തിലേക്ക് വരുന്നത്? ഈ എൻലൈറ്റ്മെന്റ് തോട്ട്സിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് സൊസൈറ്റിയിൽ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന റവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഫ്രഞ്ചിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തുവാണെങ്കിൽ, ഫ്രഞ്ചിന്റെ സൊസൈറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ആസ് വി ഓൾറെഡി ഡിസ്കസ്, ഫ്രഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 3 എസ്റ്റേറ്റ് സിസ്റ്റം ആയിരുന്നു ഫ്രഞ്ച് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. ആൻഡ് വൺ എസ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു വോട്ടിംഗ് പവർ. എങ്ങനെയായിരുന്നു? ഈക്വൽ വോട്ടിംഗ് പവർ ആയിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഈക്വൽ വോട്ടിംഗ് പവർ എന്ന് പറഞ്ഞാൽ? ഒരു എസ്റ്റേറ്റിനാണ് എന്തെന്ന് പറയുന്നത്? ഒരു വോട്ട്. വൺ എസ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു 1 വോട്ട്. പക്ഷെ പ്രോബ്ലം എന്താണ്? ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോൾ തേർഡ് എസ്റ്റേറ്റ് ബീങ് കോർണർഡ്, they cannot take decision because their interests are always in matching. And already we discussed that this is 90% of the population and common people, but owning only the 10% of property. But these people are 10% of population and holding 90% of the property. And the decisions are taken based on the assembly voting. But voting എങ്ങനെയാണ്? Each estate will be having 1 vote. സോ മോസ്റ്റ്ലി എന്ത് ചെയ്യും? ഇവരുടെ ഡിസിഷൻസ് ഒരിക്കലും നടക്കില്ല, കോർണേർഡ് ആയി പോകും എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രോബ്ലം. സോ ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഫ്രഞ്ച് എൻലൈറ്റ്മെന്റ് സമയത്ത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്ലർജി അല്ലെങ്കിൽ പ്രീസ്റ്റി ക്ലാസ്, പിന്നെ വാരിയർ ക്ലാസ്, ദെൻ ദി കോമൺ മാൻ ക്ലാസ്. ആൻഡ് മോസ്റ്റ് കോമൺ മാൻ എന്തായിരുന്നു? മാക്സിമം ബർഡൻ ഓഫ് ടാക്സ് ആർക്കായിരുന്നു? ഇറ്റ് വിൽ ബി ഓൺ ദി കോമൺ മാൻ. പക്ഷെ മറ്റൊരു എന്തില്ല? ടാക്സ് ഇല്ല, പക്ഷെ ഓൾ ദ ബെനിഫിറ്റ്സ്. ഓക്കെ, ദിസ് ഈസ് ലൈക്ക് റോബർട്ട് ക്ലൈവ് ഇൻട്രൊഡ്യൂസ് ദി system, dual system of the government. എന്തായിരുന്നു? all the taxation power, everything ആർക്ക് കിട്ടി? ബ്രിട്ടീഷിന് കിട്ടി, but complete responsibility with the നവാബ്. so same like all the taxation എന്താണ്? ആര് കൊടുക്കണം? റെസ്പോൺസിബിലിറ്റി ഓഫ് ടാക്സ് കൊടുക്കേണ്ടത് ആർക്കാണ്? തേർഡ് എസ്റ്റേറ്റ്. but all the benefits and enjoyment എല്ലാം ആർക്കാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്. this led to the എന്താണ്? This led to the conflict of അതിന്റെ ഇടയിൽ ഡയറി മിൽക്ക്. this led to the ഒന്നാമത് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിന് എന്റെ മുമ്പിൽ കൂടെ ഡയറി മിൽക്ക് കഴിക്കുന്നു. വേണ്ട കഴിച്ചു. മാക്സിമം വേണ്ട ടാക്സ്. പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ മിഠായി ക്ലാസ്സിന്റെ ഇടയിൽ പൊളിക്കുമ്പം എന്നിട്ട് ഒരിച്ചിരി പൊളിക്കും, അടുത്തത് അല്ലേ? എന്നിട്ട് പിന്നെ So third estate no property, right? So French Revolution നടന്ന സമയത്ത് during the 1789 to 93 initially എങ്ങോട്ട് പോയി? They went for അതിന്റെ മുന്നേ എന്തുകൊണ്ട് സംഭവിച്ചു? ഓൾറെഡി സൊസൈറ്റി എന്തായിരുന്നു? എക്കണോമിക്കലി ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. തേർഡ് എസ്റ്റേറ്റിന്റെ മുകളിലാണ് ടാക്സ് പവർ. ആ സമയത്താണ് ഫ്രഞ്ച് എന്തിലേ പോകുന്നത്? 7-year വാർ വിത്ത് അമേരിക്ക. സോ ദിസ് 7-year വാർ വിത്ത് അമേരിക്കയിൽ ഫ്രഞ്ചിന് സെറ്റ് ബാക്ക് കിട്ടി. ഈ സെറ്റ് ബാക്കിൽ ദർ ഈസ് അഗെയിൻ എന്ത് ചെയ്യേണ്ടി വന്നു? വാറിൽ തോക്കുന്ന സമയത്ത് കൂടുതൽ ബേർഡൻ വരും. So additional revenue charge ചെയ്യാൻ വേണ്ടിയിട്ട് they went for a assembly meeting where they have charged extra taxes. പക്ഷെ അവിടെ എന്ത് ചെയ്തു? They came out of the estate system എന്ന് വന്നിട്ട് എന്ത് ചെയ്തു? They are assembled in the tennis court എന്ത് ചെയ്തു? അസംബിൾ ചെയ്തു. That started the French Revolution അല്ലെ? So French Revolution assembly through masses got political and economic rights. So French Revolution സമയത്ത് after that you can also see that ഈ intellectual revolution റൈറ്റ്സിന്റെ കാര്യത്തിന് എല്ലാവരും ഇത് തന്നെയല്ലേ? ഫ്രഞ്ച് റവല്യൂഷൻ റൈറ്റ്സിന്റെ കാര്യത്തിലൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നാളത്തെ ഒരു പ്ലേറ്റ് വെക്കാം, ഭക്ഷണമൊക്കെ കഴിച്ച് മന്തിയൊക്കെ കഴിച്ച്. സോ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്തു? ഫ്രഞ്ച് റവല്യൂഷനിൽ ബേസിക്കലി ദീസ് കൺസിഡർ ലെഡ് ടു ആഫ്റ്റർ 1793 to 1795 what is happened in French society? It was a revolution. What was the idea of revolution? Revolution was started in 1789. Revolution started, and what is the idea? The idea is it's about egalitarian, liberty of thought, freedom of speech and expressions. There will be democratic power. But 1793 it started reign of terror. People started killing each other. King being killed, and people started, aristocrats started dying. So they are like whoever opposing the people, they started killing it. So there is a period of reign of terror, and this reign of terror is not considered as a stable society. It's an instability. This is against the equilibrium of the society. This was the problem for sociologists. There is some problem in the society because it's a not equilibrium. It's not like the previously. It is not much peaceful. There are problems within the society.
സോ നമ്മൾ സൊസൈറ്റീന്റെ പ്രീവിയസ് സൊസൈറ്റിയും ഈ സൊസൈറ്റിയും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദർ ആർ ഡിഫറെന്റ് എന്താണ് ഡിഫറൻസസ് കാണാൻ പറ്റും. ഇപ്പൊ പ്രീ ഫ്രഞ്ച് സൊസൈറ്റി നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണം ആരയിലായിരുന്നു? മൊണാർക്കിന്റെയിലായിരുന്നു. ആഫ്റ്റർ ഫ്രഞ്ച് റെവല്യൂഷൻ ആണെങ്കിൽ ഇറ്റ് ബിക്കം റിപ്പബ്ലിക്. ആക്ച്വലി ട്രൂലി റിപ്പബ്ലിക് ആയിട്ടുണ്ടോ? ആര് വന്നു അത് കഴിഞ്ഞപ്പോഴേക്കും? നെപ്പോളിയൻ വന്നു. വീണ്ടും മച്ചാൻ എന്ത് ചെയ്തു? ഓട്ടോക്രാറ്റിക് റൂൾസിലേക്ക് തന്നെ പോവുകയൊക്കെ ചെയ്തു. സോ ഇനി എഫക്ട് എന്തല്ല, ഇവിടെ ശരിക്കും മൊണാർക്ക് റിപ്പബ്ലിക് ഒന്നും ആക്ച്വലി വന്നിട്ടൊന്നുമില്ല. ഓക്കെ, സോ അബ്സല്യൂട്ട് മൊണാർക്കി ആയിരുന്ന സ്ഥലം മാറി, എന്ത് മാറി? റിപ്പബ്ലിക് ആയി മാറി. ലാൻഡ് ബേസ്ഡ് എക്കണോമി ആയിരുന്നു ആൻഡ് ദർ വാസ് എ സെൻട്രലൈസേഷൻ ഓഫ് ലാൻഡ്. ദാറ്റ് മീൻസ് ലാൻഡ് വാസ് ഹെൽഡ് ബൈ ഫ്യൂ പീപ്പിൾ ആൻഡ് മജോറിറ്റി ആർ ലാൻഡ്ലെസ് ലേബേഴ്സ് ആയിട്ടുള്ള സെർഫ് ആയിരുന്നു. ദിസ് എക്കണോമി ചേഞ്ച് ടു ഡീസെൻട്രലൈസേഷൻ ഓഫ് ലാൻഡ്. ലാൻഡ് ബിക്കം മൂവബിൾ പ്രോപ്പർട്ടി. പീപ്പിൾ എന്ത് ചെയ്യും? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ലാൻഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദർ ഇസ് എ ചർച്ച് സ്റ്റേറ്റ് കോഡ്. That means state and polity and religion is always have connected. But French society after French Revolution, you can see that there is a church-state discord. That means complete secularism. There is no connection between church and other. That is why in French society we used to say that this is negative secularism. In India, what is the model of secularism? It is equidistance model. That means you are not against the religion, or you are not saying that publicly there should not be any religion. Nothing like that. You are ഈക്വൽ ഡിസ്റ്റൻസ് വിത്ത് ഈച്ച് അതർ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ഈക്വൽ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരേപോലെ ഇക്യു ക്ലോസ്. ഇപ്പൊ ഇന്ത്യൻ ഫോറിൻ പോളിസിന്റെ പണ്ടത്തെ ഫോറിൻ പോളിസി, നെഹ്റു ഫോറിൻ പോളിസി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇക്യു ഡിസ്റ്റൻസ് ആണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാണ്? ഫസ്റ്റ് നെഹ്റുവിൻ ടൈം എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മോഡിയുടെ സമയപ്പോഴേക്ക് എന്ത് ചെയ്ത്? ഫോറിൻ പോളിസിയിൽ നമ്മൾ മാറിയിട്ട് എന്താക്കി മാറ്റി? ഇക്യു ക്ലോസ്നെസ് പോളിസി. എല്ലാവരുമായിട്ട് എന്താണ്? ഒരേ അകലത്തിൽ അടുത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. ആരും എന്ത് ചെയ്യുന്നില്ല? എല്ലാവരോടും ഒരേ ആരോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നില്ല, കുറച്ചടുത്ത്. സെയിം ലൈക്ക് എന്താണ് ഫ്രാൻസ്? ഇവിടെ എന്താണ്? ചർച്ച് സ്റ്റേറ്റ് ഡിസ്കോഡ് ആണ്. ഇന്ത്യയിൽ എന്താണ്? സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? കംപ്ലീറ്റ് സെപ്പറേഷൻ. ദർ ഇസ് നോ പബ്ലിക് റിലീജിയൻ ഇൻ ഫ്രാൻസ് ഈവൻ ടുഡേ. എന്തെങ്കിലും കുറെ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് വോട്ടിംഗ് എങ്ങനെയായിരുന്നു പണ്ട്? 1 estate is equal to 1 vote. Now 1 person is equal to 1 vote. More of a democratic system, and society was ruled by men. It's a rule of men, so it's a patriarchal society. Now it's kind of a more of a feminist movement start cheyunu, and the taxation system was regressive. That means the poor has to pay more taxes. Now the taxation become progressive tax, where rich has to pay more taxes and poor has to pay only lesser taxes. So this was the change happened because of French Revolution in the society. So ഇതേപോലെ തന്നെ സയന്റിഫിക് റെവല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. സയന്റിഫിക് റെവല്യൂഷൻ നമ്മൾ സയൻസിന്റെ ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? സോ സയന്റിഫിക് റെവല്യൂഷന്റെ സമയത്ത് സയന്റിഫിക് റെവല്യൂഷന്റെ ഭാഗമായിട്ട് എന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നു. അതുവരെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എവിടെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? പ്രൊഡക്ഷൻ വാസ് വിത്ത് സെന്റർ ഓഫ് എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ്. ദ സിസ്റ്റം ഓഫ് ലാൻഡ് ആയതുകൊണ്ട് ഈ ലാൻഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ആൻഡ് ലാൻഡ് എന്ത് ഹോൾഡ് ചെയ്യുന്നത്? ഫ്യൂ പീപ്പിൾ. എസ്റ്റേറ്റ് 1 ആൻഡ് എസ്റ്റേറ്റ് 2 പീപ്പിൾ. ആൻഡ് ലേബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റേറ്റ് 3യിലുള്ള ആളുകളാണ് ലേബേഴ്സ് വരുന്നത്. ദേ ആർ ബേസിക്കലി സെർഫ്സ്. ആൻഡ് ദ എക്കണോമി ഈസ് കണക്റ്റഡ് വിത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പീപ്പിളുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവർ സെർഫ്സ് എന്ത് ചെയ്യും? ആ ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്? ബേസിക്കലി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ആർക്ക് എടുക്കാം? നമുക്ക് എടുക്കാം. ബാക്കി ഭാഗം ലോഡിന് കൊടുക്കണം. പക്ഷെ ലാൻഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? സെല്ലിംഗ് പ്രോപ്പർട്ടി അല്ല. റൈറ്റ്സ് അങ്ങനെ പ്രോപ്പർട്ടി അതുപോലെ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഓൺ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഇത് എന്ത് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആണ്? ബേസിക്കലി ലാൻഡ് ഡീസെൻട്രലൈസ്ഡ് അല്ല. ലാൻഡ് വിൽക്കാനും മേടിക്കാനും പറ്റില്ല. ലാൻഡ് ബേസ്ഡ് എക്കണോമി ആണെന്നുണ്ടെങ്കിൽ ഇത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് നല്ലതാണോ? അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് നല്ലതല്ല. ഇതുകൊണ്ട് തന്നെയാണ് കാൾ മാർക്സ് ഫ്രഞ്ച് റെവല്യൂഷനെ വിളിക്കുന്നത്. കാൾ മാർക്സ് ഫ്രഞ്ച് റെവല്യൂഷനെ വിളിക്കുന്ന ആക്ച്വൽ റെവല്യൂഷൻ ആയിട്ടില്ല. ഇറ്റ് ഈസ് എ റെവല്യൂഷൻ ബൈ ബൂർഷ. ഇറ്റ്സ് എ ബൂർഷ റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ബൂർഷ റെവല്യൂഷൻ വിളിക്കാൻ കാരണം? ബിക്കോസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലാൻഡ് ഷുഡ് ബി എ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയായ ലാൻഡ് ആവണം എന്നുണ്ടെങ്കിൽ ലാൻഡിന് എന്താണ്? ഇപ്പോഴുള്ള സിസ്റ്റത്തിന് ഇല്ലാതാക്കണം. ലോഡ് സെർഫ് എന്ത് ചെയ്യണം? ഈ സെർഫ് ഇവിടെ ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയി. ഇവനെ പണിക്ക് ഫാക്ടറി കൊണ്ടുപോകണമെങ്കിൽ ഇവന് ഇതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആക്കണം. സോ കാൾ മാർക്സ് കോൾഡ് ഫ്രഞ്ച് റെവല്യൂഷൻ ഈസ് എ കൈൻഡ് ഓഫ് എ ബൂർഷ revolution because this is led to the bourgeoisization, or French Revolution led to the introduction of kind of a industrial revolution like പോകാനുള്ള ഒരു ചാൻസ് കൂടി ആയിട്ടുണ്ട്. So industrial revolution was based on the period of or based on the purpose of എന്തായിരുന്നു? Production on the basis of mass production. പണ്ട് production was done by elite.
Elite will be owning the mode of production, that is land. Now the production is done by masses. That too not with the land, it is in the factory through using machines. Okay, mass scale production. So in order to encourage the mass production, it brought fundamental changes in the way of goods are produced. Production was shifted from human labor to machines, skilled labors. Industrial revolution samayathu India was under colonial period, so automatically whatever they did it for, actually for industrial revolution. They built railway. It's for facilitating the industrial revolution, easy movement of their goods as well as the raw material. So അതുപോലെ തന്നെ even the cotton price declined in, you can see the exact, whatever development there, അതിന്റെ exact problem ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇന്ത്യയിൽ കാണാൻ പറ്റും. കോട്ടന്റെ പ്രൈസ് എന്ത് ചെയ്തു? Because of കോട്ടന്റെ പ്രൈസ് ഡിക്ലൈൻ ചെയ്തു, because cotton export സ്റ്റോപ്പ് ചെയ്തു. There was a cheap polyester clothes എന്ത് ചെയ്യാൻ തുടങ്ങി, വരാൻ machine made clothes ഒക്കെ വരാൻ തുടങ്ങി. So during industrial period become mass production എന്ത് ചെയ്തു? Production for masses ആയി. So production become mass production ആയി, and production for ആർക്കായി? പണ്ട് എലീറ്റ്സിന് വേണ്ടി മാത്രമായിരുന്നു പ്രൊഡക്ഷൻ. ഇപ്പം പണ്ടത്തെ തുണി എന്താണ്, ഭയങ്കര തുന്നി ക്രാഫ്റ്റ് ഉണ്ട്, ഇത് ആര് മാത്രമേ മേടിക്കുള്ളൂ? എലീറ്റ്സ് മാത്രമേ മേടിക്കുള്ളൂ. The production was small scale and that too for elite. But industrial revolution, production become large scale, that is mass production for the masses. So maximum goods produce ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ മുന്നേ ഉള്ള പീരീഡ് നോക്കുകയാണെങ്കിൽ, ടൈം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ മുന്നേ എക്കണോമി എന്ന് പറയുന്നത് ബേസിക്കലി അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു. സോ ബേസിക്കലി എക്കണോമി എന്നാൽ പെസന്റ് ആൻഡ് ഫാമേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ സോഴ്സ് ഓഫ് ലാൻഡ് ആയിരുന്നു മെയിൻ. ബട്ട് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓർ ഡ്യൂറിംഗ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, എക്കണോമി ബിക്കം എന്തായി മാറി? ഇൻഡസ്ട്രിയൽ എക്കണോമി ആയി. ആൻഡ് ദർ ഇസ് എ ന്യൂ ക്ലാസ് എമർജ്. Till then there is no such class, new class, that is called labor class. Till then labor class is not there. Landholders or lords, serfs, or peasants, landlords, ഇത്രയേ ഉള്ളൂ. പക്ഷെ ലേബേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ക്ലാസ് എമർജ് ചെയ്യുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്താണ്. സോ ന്യൂ ക്ലാസ് എമർജ്ഡ് ഇൻ ദ എക്കണോമി, ദാറ്റ് ഇസ് കോൾഡ് labor class emerged in this particular area. And before that, workplace and home എന്ന് പറയുന്നത് എന്താണ്? Both are സെയിം. ഹോമും വർക്കും എന്താണ്? ഒന്നായിരുന്നു. വീട്ടിൽ തന്നെയാണ് വർക്ക് എടുക്കുക. ഈ ലാൻഡിന്റെ അടുത്ത് തന്നെയാണ് ഇവർ താമസിക്കുകയും ചെയ്യുക, അവിടെ തന്നെയാണ് വർക്ക് നടക്കുന്നത്. ബട്ട് ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വി ഓൾറെഡി ഡിസ്കസ് ദിസ് ഇൻ ഫാമിലി ചാപ്റ്റർ അല്ലേ? എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ത് സംഭവിച്ചു? ഹോം ആൻഡ് വർക്ക് പ്ലേസ് ബിക്കം ഡിഫറെന്റ് ആൻഡ് വർക്ക് ഷിഫ്റ്റഡ് ടു ഹോം ടു ഫാക്ടറി. ഇപ്പൊ എന്ത് സംഭവിച്ചു? വീണ്ടും ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുന്നേ എന്തായിരുന്നു? ക്ലബ്ഡ് ആയിരുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത് എന്തായി? സ്കിപ്പായി. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? വർക്ക് ഫ്രം ഹോം. എഗെയിൻ എങ്ങോട്ട് പറഞ്ഞു? വർക്ക് ബാക്ക് ടു ഹോം. വർക്ക് പ്ലസ് ഹോം ആയി മാറി. വർക്ക് ബിക്കം എ ലെഷർ ആക്ടിവിറ്റി. വർക്ക് ഫ്രം വർക്ക് സ്റ്റേഷൻ കേട്ടിട്ടില്ലേ? വർക്ക് പ്ലസ് ടൂറിസം. യു ആർ എൻജോയിങ് റിസോർട്ട്. സോ വർക്ക് സ്റ്റേഷൻ. സിക്കിം റീസെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ tourism policy where you can go there, they will be giving any facility, enjoy work with nature. Enjoy. No, what anyway you are having bored with work from home, so you can, now the work is remote. You don't have to go to office, alle? So work is remote. Since work is remote, and you can do it from anywhere. But that is the latest stage development. But ഇപ്പൊ എന്താണ് നമുക്കുള്ളത്? സോഷ്യോളജിന്റെ ഡെവലപ്മെന്റിൽ ഇതൊന്നും പോയി എഴുതരുത്. വർക്കിന്റെ ഓവറോൾ എഴുതുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. സോഷ്യോളജി ഡെവലപ്മെന്റിൽ എന്താണ് എഴുതുന്നത്? നമ്മള് വർക്ക് പണ്ട് എവിടെയായിരുന്നു? ഹോമിലായിരുന്നു. ഇപ്പൊ എവിടെയാണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത് അത് വർക്ക് എന്ത് ചെയ്തു? ഇതിലേക്ക് മാറ്റി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമിനകത്ത് വർക്ക് ചെയ്തപ്പം ബോത്ത് വുമൺ ആൻഡ് മെൻ യൂസ് ടു വർക്ക്. ദാറ്റ് ഈസ് വൈ Engels says that patriarchy at the peak in the industrial revolution. പാട്രിയാർക്കി എന്ന സാധനം പീക്ക് ആവുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത്. കാരണം വുമൺ ഹാസ് എ റൈറ്റ് ടു വർക്ക് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് പ്രീ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത്, ബിക്കോസ് വർക്ക് വാസ് അറ്റ് ഹോം ഇറ്റ്സെൽഫ്. Now there is a suppression of work as parts in that instrumental role and affective role, because factory ആരാ പോകുന്നത്? മെന്നും. Women will stay back at home because children will be there. Okay, so both men and women used to produce goods and own their production. You can and also consume their production. അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, അവരത് ഓൺ ചെയ്യുന്നുണ്ട്, അവർ തന്നെ അത് കൺസ്യൂം ചെയ്യും. പക്ഷെ ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞപ്പം വുമൺ സ്റ്റേറ്റ് ബാക്ക്, മെൻ ഗോ ടു വർക്ക്, ആൻഡ് ദേ കനോട്ട് ഓൺ ദാറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ദേ കനോട്ട് കൺസ്യൂം എൻ്റെ പ്രൊഡക്ഷൻ ഓൾസോ. അതൊന്നും ചെയ്യാൻ പറ്റില്ല, വർക്കിന്റെ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അതേപോലെ തന്നെ ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പീപ്പിൾ മോസ്റ്റ്ലി സ്റ്റേഡ് ഇൻ റൂറൽ ഏരിയാസ്, ബട്ട് ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പീപ്പിൾ സ്റ്റേഡ് ഇൻ അർബൻ ഏരിയാസ്. അർബൻ സെന്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടാൻ തുടങ്ങി. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻക്രീസ് ചെയ്ത്
urbanization, urban lifestyle, anonymous lifestyle ഒക്കെ start ചെയ്തു. And earlier the division of labor was very simple. That means if you are making any product, you will be making the whole product itself. വളരെ ചെറിയ division of labor ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം കസാര ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ മരം വെട്ടുന്ന ആൾ മരം വെട്ടും, ഇവൻ മൊത്തം ചെയർ ഉണ്ടാക്കും. അതല്ലാതെ എന്തല്ല, ഓരോന്നിനും ഓരോരോ ഭാഗങ്ങളില്ല. ഇപ്പോഴാണെങ്കിലോ ഡിവിഷൻ ഓഫ് ലേബർ ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബിക്കം കോംപ്ലക്സ്. എങ്ങനെ കോംപ്ലക്സ് ആയി? മരം വെട്ടുന്ന ആള് വെട്ടുന്ന മാത്രമേ ചെയ്യുള്ളൂ, മറ്റേയാള് അത് ചീവും, മറ്റേയാൾ അത് പോളിഷ് ചെയ്യും, മറ്റേയാൾ ആണി അടിക്കും, മറ്റേയാൾ കട്ട് ചെയ്യും. സോ ഡിഫറെന്റ് പീപ്പിൾ വിൽ ബി ഡൂയിങ് different. So industrial division of labor become complex division of labor after industrial revolution എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. And family was the producer as well as the consumption unit before industrial revolution. Producer ആയിരുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യായിരുന്നു, കൺസപ്ഷൻ യൂണിറ്റ് ആയിരുന്നു. ബട്ട് ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഫാമിലി ബിക്കം ജസ്റ്റ് എ കൺസപ്ഷൻ യൂണിറ്റ് ആയി മാത്രമേ. പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോന്നെങ്കിലും ഇല്ല, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി ആയി. They will just consume the goods which is produced in the factory. Okay, they won't produce, consume any. And family type എങ്ങനെയായിരുന്നു? It was joined, now it is become isolated nuclear family. And integration എങ്ങനെ, ആള് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയായിരുന്നു കൂടുതൽ? In pre-industrial time, it is a community living, or people were more integrated. That means you will be knowing people in your own locality. For example, when you go to your own villages, people will be knowing. അല്ലെ, എല്ലാവർക്കും നിങ്ങൾ അറിയാം. പക്ഷെ തിരുവനന്തപുരത്ത് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾ അറിയോ? അല്ലെങ്കിൽ വളരെ ചുരുക്കം നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ അങ്ങനെ കണ്ടെത്തിരിച്ചത്, അതല്ലെങ്കിൽ നോബഡി നോസ് യു ഹൂ യു ആർ, വേർ യു ആർ, വാട്ട് യു ആർ, ഒന്നും അറിയില്ല. സോ ദർ ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വലിസം ഇൻ അർബൻ സെന്റേഴ്സ് വിച്ച് ഹാപ്പൻഡ് ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻഡിവിജ്വലിസം കൊണ്ടുവന്നു. ആൻഡ് ബോത്ത് മെൻ ആർ വുമൺ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ഫോർ ദെയർ ഓൺ പർപ്പസ്. ഇവിടെ എന്താണ്? ദർ ഇസ് എ സെപ്പറേറ്റ് വർക്ക് പ്ലേസ്, വർക്ക് ഫാർ ഫ്രം ഹോം ആണ്. ദേ ആർ നോട്ട് ഫോർ ദംസെൽസ്, അവർക്ക് വേണ്ടിയിട്ടല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ബിക്കം masses. Okay, ഇത് അത്രയും ക്ലിയർ ആണോ? അത്രയും പ്രൊഡക്ഷൻ ക്ലിയർ ആണോ? സോ ഈ ഡിഫറൻസസ് ആണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്ത് എന്ത് ചെയ്തത് ബേസിക്കലി വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഡ്യൂറിംഗ് ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ദർ ഇസ് നോ സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. അല്ലെ, വർക്ക് എങ്ങനെയാണ്? ഒട്ടും സ്പെഷ്യലൈസ്ഡ് അല്ല. അപ്പൊ ഉള്ളു വർക്ക് എങ്ങനെയാണ്? എല്ലാവരും ഒരാൾ തന്നെ എല്ലാവർക്കും സ്പെഷ്യലൈസേഷൻ അല്ലേ. പക്ഷെ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ദർ ഇസ് എ സ്പെഷ്യലൈസേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫെറാരി ഫോർഡിന് പെയിന്റ് അടിക്കുന്ന ഒരു ലൈൻ വരയ്ക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ ലൈൻ മാത്രമേ വരയ്ക്കുള്ളൂ. ആൻഡ് ഹി വാസ് വെരി എക്സ്പേർട്ട് ഇൻ ദാറ്റ്. ഒരിക്കലും തെറ്റില്ല. അയാൾ വെറുതെ വയസ്സിലെടുത്ത് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാലും അത് എക്സാക്ട് ലൈനിലായിരിക്കും. എക്സാക്ട് കാരണം ഈ സൊള്ളി നോ ഹൗ ടു പെയിന്റ് ദാറ്റ്. ദർ ഇസ് എ ഹ്യൂജ് സ്പെഷ്യലൈസേഷൻ, സ്പെഷ്യലൈസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് ആണ് എന്ത് ചെയ്തത് ഡിവിഷൻ ഫാമിലി വന്നത്. സോ there is a family in the, there is a fission in the family. Family എന്ത് ചെയ്തു? ഡിവൈഡ് ആയിട്ട് പോയി. ഫ്യൂഷൻ ഓഫ് ഫാമിലി വന്നില്ല, ഡിവൈഡ് ആയിട്ട് പോവാണ് ചെയ്തത്. ആ ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഫാമിലി സംഭവിച്ചു, ഫിഷൻ ഓഫ് ഫാമിലി സംഭവിച്ചു. പനി പിടിച്ചു നിനക്ക്. So complex division of labor, and in conclusion, industrial revolution transformed not only the nature of goods മാത്രമല്ല, entire social system ആര് മാറ്റി? ഫാമിലിയിൽ ചേഞ്ച് വന്നു അല്ലേ, വർക്കിന്റെ നേച്ചറിൽ ചേഞ്ച് വന്നു, പ്രൊഡക്ഷന്റെ രീതിയിൽ ചേഞ്ച് വന്നു, എല്ലാ രീതിയിലും പാട്രിയാർക്കിയിലെ സിസ്റ്റത്തിൽ, പാട്രിയാർക്കി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടാകാൻ തുടങ്ങി ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം. സോ ഓൾ ദിസ് സിസ്റ്റം ചേഞ്ച് ടു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ടുണ്ടായതാണ്. സോ ഗുഡ്സ് മാത്രമല്ല, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചേഞ്ച് ഉണ്ടായി. അതുപോലെ തന്നെ ഇറ്റ് ഹാഡ് ഇമ്പാക്ട് ഓൺ അതർ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് ഫാമിലി ആൻഡ് ഇൻഡിവിജ്വൽസ് ലൈഫിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ചേഞ്ചസ് ഉണ്ടാക്കി, അത് മാറ്റി എന്നുള്ളതാണ്. സോ ഈ ചേഞ്ചസ് വന്ന സമയത്ത് ഇവിടെ സൊസൈറ്റിയിൽ മുന്നേ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഡിസ്റ്റർബ് ചെയ്തു. അതായത് എൻലൈറ്റ്മെന്റ് പീരീഡും ഫ്രഞ്ച് റെവല്യൂഷനും, എൻലൈറ്റ്മെന്റ് ഫ്രഞ്ച് റെവല്യൂഷൻ കൊണ്ടുവന്നു, ഫ്രഞ്ച് റെവല്യൂഷൻ അതുപോലെ തന്നെ സയന്റിഫിക് റിനൈസൻസ് എന്തുകൊണ്ട് വന്നു? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. അതുകൊണ്ട് എന്തൊക്കെ മാറ്റം വന്നു? ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുമായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുല്ലേ, ഫാമിലി എന്തായി മാറി? ജോയിന്റ് ഉള്ളത് ന്യൂക്ലിയർ ആയി മാറി, ന്യൂക്ലിയർ ഫാമിലി ആയി മാറി. അതുപോലെ തന്നെ മൊണാർക്ക് മാറിയിട്ട് എന്ത് ചെയ്തു? ഡെമോക്രസി വന്നു. അതുപോലെ റെയിൻ ഓഫ് ടെറർ സംഭവിച്ചു ഫ്രഞ്ച് സൊസൈറ്റിയിൽ, ദിസ് കില്ലിംഗ് ഓഫ് പീപ്പിൾ. ആൻഡ് ദർ ഈസ് എ അർബണൈസേഷൻ വന്നു. കമ്മ്യൂണിറ്റി ലിവിംഗ് ആയിരുന്നു പണ്ട്. പ്രൊഡക്ഷൻ വാസ് എന്തായിരുന്നു? നമ്മൾ സ്പെഷ്യലൈസ്ഡ് അല്ല, സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ ആയിരുന്നു. നൗ ദ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ എന്ത് ചെയ്തു? എമർജ് ചെയ്തു. അതുപോലെ തന്നെ മാസ് പ്രൊഡക്ഷൻ ആയി. പ്രൊഡക്ഷൻ വാസ് വിത്ത് ഹോം ആയിരുന്നു, ഇപ്പൊ പ്രൊഡക്ഷൻ അവേ ഫ്രം ഹോം ഫാക്ടറി. ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഡൺ ബൈ for their own consumption as well as they used to own the product. Now they are no more owning their own product. So all this led to a disruption of previous existing system. Alle, as I said that society was, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, society was kind of a
ഇക്വിലിബ്രിയം സ്റ്റേജിലായിരുന്നു. സൊസൈറ്റി വാസ് കൈൻഡ് ഓഫ് സ്റ്റേബിൾ. ബട്ട് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്തു? ദർ ഇസ് എ ഫോഴ്സ് ഓഫ് മോഡേണിറ്റി വിച്ച് ഈസ് ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. എന്ത് ചെയ്തു? ദീസ് ആർ ദ ഫോഴ്സസ് ഓഫ് മോഡേണിറ്റി ആൻഡ് ദാറ്റ് ടു ഇൻഡിവിജ്വലിസം. വളരെ സ്റ്റേബിൾ ആയിരുന്ന ഒരു സാധനത്തിന് എന്ത് ചെയ്തു? ഒന്ന് മാറ്റി, പെട്ടെന്ന് സൊസൈറ്റി മാറാൻ തുടങ്ങി. So this transition led to kind of chaos, violence, killing of people, disruptions, and family become disintegrated. People started become feeling loneliness, and there is a complex. People become disenchanted themselves. They used to make all the products themselves. Now they do not know what to produce. They are only making one item, and they have to work in the factory for 16, 18 hours. And there is a woman patriarchy emerged, was at the peak. So there is a complete separation. So all this disturbed many people. Okay, so they think that these are not the right direction. This is not how the society should go. There should be an equilibrium in the society. So many people, though some people, this is good for some people, alle feminism mari movement vannu anganekku kore good things undakunneങ്കിൽ kore aalukale sambandhichu idoru മോശം ഉണ്ടായിരുന്ന പീരീഡ് ആണ്. So enlightenment period ne there is also ഒരു enlightenment period ഉണ്ടാകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ആരുണ്ടാവും? There will be resistance. ഇപ്പൊ സതി നിരോധിക്കണം എന്ന് പറഞ്ഞ രാജാറാമോഹൻ പറഞ്ഞപ്പോ വാ എന്നാ നിരോധിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും പോവാണ് ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? Many group of people resisted the movement, says that sati is a religious practice, it should be protected. Even the woman also, when you are trying to enter Shabarimala, who opposed the most? It is the woman opposing the most, because there will be always a resistant movement when you are trying for a progressive things. So there was a counter enlightenment movement was also there. Enlightenment movement was also there. അതിനനുസരിച്ച് എന്തും വന്നിട്ടുണ്ടായിരുന്നു? counter enlightenment movement ഉണ്ടായിരുന്നു. What was their demand? Their demand what? They are against actually reaction against enlightenment, French revolution, industrial revolution ഒക്കെ against ആണ് ഇവര് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി അവരെന്താണ്? they challenge to absolute monarchy ആണ് enlightenment. ഇവർക്ക് എന്ത് വേണം? restore monarchy. It was good system, no issue with the monarchy. They wanted to restore monarchy and against the centralization of power ആയിരുന്നു ഇവരെന്ത് ചെയ്യണം? restoration of centralization. അതായത് ഫ്രഞ്ച് റെവല്യൂഷനും എൻലൈറ്റ്മെന്റ് പീരീഡും അഗെയിൻസ്റ്റ് ദ സെൻട്രലൈസേഷൻ ഓഫ് പവർ. ജനറൽ ബില്ല പറഞ്ഞത്. ഇവർക്ക് എന്ത് വേണം? പവർ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. പവർ ഇപ്പൊ എല്ലാവർക്കും ഉപയോഗിച്ചുകൊണ്ട് എന്ത് പറ്റി? ഈ സിറ്റുവേഷൻ ഓഫ് റെയിൻ ഓഫ് ടെറർ. കിങ് ഭരിച്ചപ്പോ ഈ പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഹാപ്പി ആയിരുന്നു. അപ്പം തിരിച്ച് ബാക്കി സെൻട്രലൈസേഷൻ ഓഫ് പവർ. അതോറിറ്റി ഓഫ് ചർച്ച് എന്ത് ചെയ്തു? ആര് ചലഞ്ച് ചെയ്തു? ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് എൻലൈറ്റ്മെന്റിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാർട്ടിൻ ലൂതർ കിങ് അല്ലെ, ചർച്ച് വാസ് കംപ്ലീറ്റ്ലി എന്തായിരുന്നു? ബൈബിൾ വാസ് ഓൺലി നോൺ ടു ദി എലീറ്റ് പീപ്പിൾ, ബട്ട് മാർട്ടിൻ ലൂതർ കിങ് ട്രാൻസ്ലേറ്റഡ് ബൈബിൾ ടു ജർമ്മൻ ആൻഡ് ദേ സ്റ്റാർട്ടഡ് സെപ്പറേറ്റ് പ്രൊട്ടസ്റ്റന്റ് ചർച്ച്. എന്ത് ചെയ്തു? ലൂതറിയൻ ചർച്ച് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. സോ masses start reading Bible. When the masses start reading Bible, they are no more related to or dependent on priestly class. Okay, so these are church in എന്ത് ചെയ്തു? They understood what exactly given in the Bible. So ഇതെന്ത് ചെയ്യാൻ തുടങ്ങി? ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. And they wanted to restore the എന്ത് ചെയ്യണം? power of church. So these are counter enlightenment people. Okay, some people are counter enlightening. It's a reactionary movement. They don't want the enlightenment or French revolution or scientific revolution വന്ന ചേഞ്ചസ് സൊസൈറ്റിയിൽ വന്നത് അവരെന്ത് ചെയ്തിട്ടില്ല? They are not completely accepted. So ജെൻഡർ എന്ത് ചെയ്തു? എൻലൈറ്റ്മെന്റ് പീരീഡ് ഇമ്പാക്റ്റഡ് ദി ജെൻഡർ ഇക്വാലിറ്റി ഡിമാൻഡ് ചെയ്തു. പാട്രിയാർക്കിനെ വേണമെന്ന് പറഞ്ഞു. സോ മെനി മെൻ ഒപ്പോസ് ദ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്. ദേ സെഡ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ്. ദർ ഷുഡ് ബി പാട്രിയാർക്കി സിസ്റ്റം ആണ്. ആൻഡ് ദേ ഓൾസോ ഫീൽ ലൈക്ക് പാട്രിയാർക്കി സിസ്റ്റം ആണ് നാച്ചുറലി. ഈവൻ ഡർക്കെയിം earlier thinker of sociologists, they support patriarchy because it's naturally there is a division of labor. It's a natural law of nature. Because by biological theory, we will study about biological theory of later in the equality. Biologically, men and women are not equal. So it's like they are saying that biologically there is, it's a natural division of labor. It should not be opposed. That is the equilibrium. So that is they are challenged that. And absolute monarchy challenge ചെയ്തു അല്ലേ? അതോറിറ്റി സെൻട്രൽ ഗവൺമെന്റ് ഇതൊക്കെ എന്ത് ചെയ്തു? They have challenged. Okay. So അവർക്ക് ഇതൊന്നും എന്തല്ല താല്പര്യമില്ല. So challenges for industrialization വന്നു വെച്ചാൽ ഫാക്ടറി മോഡൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കൗണ്ടർ എലിമെന്റ് thinkers said that the factory system production led to the exploitation of laborers. ഡെർക്കെയിമിന് ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മൾ ഡെർക്കെയിമിനെ പറ്റി പഠിച്ച ഡിവിഷൻ ഓഫ് ലേബർ, വൺ ഓഫ് ദ തിയറി സ്റ്റഡീഡ് ബൈ ഡെർക്കെയിം. സോ ഡെർക്കെയിമിൽ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവരെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അവരത് വിൽക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഡെർക്കെയിം നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. ഫാക്ടറിയിൽ ആളുകൾ ഫുൾ 18-16 മണിക്കുന്നു. ചൈൽഡ് ലേബർ വാസ് പ്രിവലന്റ്. And people are not able to, they are not doing complete work. There is a division of labor.
ആൻഡ് ഓൾസോ ദർ കെയിം എന്ത് അതുപോലെ തന്നെ മാക്സ് നോക്കുമ്പോൾ എന്താണ് മാക്സ് വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെ. കംപ്ലീറ്റ് എന്താണ് ക്യാപിറ്റലിസ്റ്റുകളാണ് ഇത് മൊത്തം ചെയ്യുന്നത്, പീപ്പിൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളതാണ് മാക്സ് പറയുന്നത്. സോ ദേ ആർ അഗെയിൻസ്റ്റ് ദി ഫാക്ടറി മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദർ ഇസ് അർബണൈസേഷൻ. അർബണൈസേഷന്റെ പ്രശ്നം എന്താണ്, ഈ പഴയ ട്രഡീഷണൽ കസ്റ്റംസ് ഒക്കെ എന്തായി മാറി, ഇമ്പോർട്ടന്റ് അല്ലാതായി മാറി. ആഘോഷങ്ങളൊക്കെ നിന്ന് ഫുൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയി അർബണൈസേഷൻ വന്നപ്പോൾ. അനോണിമിറ്റി വന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, കസ്റ്റംസ് ആർ നോട്ട് ദർ, ദെൻ പീപ്പിൾ ആർ ബിക്കം കൈൻഡ് ഓഫ് ആനിമൽസ്. കസ്റ്റംസും ട്രഡീഷൻസും ഇല്ല, പീപ്പിൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് പോകുന്നെങ്കിൽ പീപ്പിളും ആനിമലും തമ്മിൽ എന്തില്ല, വ്യത്യാസം ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ദേ ആർ ഓൾസോ ഓപ്പോസിറ്റ് ദി ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം. ദേ ഓപ്പോസിറ്റ് ന്യൂക്ലിയർ ഫാമിലി, ദേ വാണ്ടഡ് ദി ജോയിന്റ് ഫാമിലി സിസ്റ്റം. അതുപോലെ തന്നെ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ എന്ത് ചെയ്യുന്നത്, മോർ കോംപ്ലക്സ് എന്ത് ചെയ്യുന്ന സമയത്ത് വെൻ ദർ ഇസ് എ സ്മോൾ സ്പെഷ്യലൈസേഷൻ, പീപ്പിൾ ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ് ആയി ചെയ്യുമ്പോൾ വർക്കിലുള്ള ക്രിയേറ്റിവിറ്റി എന്തായി പോകും, ഇല്ലാതായി പോകും. സോ ഇറ്റ്സ് കില്ലിംഗ് ദ ഹ്യൂമൻ നേച്ചർ ഓഫ് ക്രിയേറ്റിവിറ്റി ഇഫ് യു ആർ ഡൂയിങ് ഫോർ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ മോർ കോംപ്ലക്സ് ഡിവിഷൻ ലേബർ. സോ ദേ ആർ ഓപ്പോസിറ്റ് ദ ഡിവിഷൻ ഓഫ് ലേബർ സിസ്റ്റം. എന്ത് ചെയ്തു, അവര് ഒപ്പോസ് ചെയ്തു. ഓക്കെ, undermine the individual, this is considered as the degradation of human workforce. ക്ലിയർ ആണോ? ഇവിടം വരെ ഒന്ന് വായിച്ചു നോക്കോ, ജസ്റ്റ് ഒന്ന് ആദ്യം തൊട്ട് ഇവിടം വരെ ഒന്ന് വായിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ. ഓൺലൈൻ വായിക്കട്ടോ. പിന്നെ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബറും സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബറും അതൊന്നും കൂടെ പറഞ്ഞേ. കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ബിഫോർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാലോ, വർക്കിന് എന്ത് ചെയ്യുന്നു, പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫർണിച്ചർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മരം വെട്ടുന്ന ഇയാൾ ചെയ്യുന്ന ആള് പണി എന്ന് പറഞ്ഞാൽ മരം വെട്ടലായിരിക്കും, മറ്റേ ആള് ഫർണിച്ചർ ഉണ്ടാക്കുന്നു. ഇവിടെ സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പണ്ടത്തെ ആളുകൾ ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ ഒരു കൊട്ട ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഒരാൾ തന്നെ ഇരുന്ന് ഓല മെടഞ്ഞ് അയാൾ ഒറ്റയ്ക്കായിരിക്കും ഈ കൊട്ട മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ. ഇതാണ് സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ. ഇയാൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇയാളുടെ പ്രൊഡക്റ്റ് മൊത്തം ഇയാൾ തന്നെയായിരിക്കും കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഒരാൾ തന്നെയല്ല എല്ലാ വർക്കും ചെയ്യുന്നത്. വർക്ക് ഇച്ചിരി കോംപ്ലക്സ് ആണ്. എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ ഒരു കാർ മാനുഫാക്ചറിങ് ആണെങ്കിൽ ഇതിന് ടയർ മാത്രമായിരിക്കും ടയറിന് ഈ നെറ്റ് ഇടുക എന്നുള്ളതായിരിക്കും ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ F1 ഫോർമുല 1 കണ്ടിട്ടില്ലേ? ഫോർമുല 1 എന്താണ്, ദർ ഇസ് എ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ. ഓരോ നെറ്റും ടൈറ്റ് ചെയ്യുന്ന ഓരോ ആളുകളാണ്. ഒരു ടയർ ഹാൻഡിൽ ചെയ്യുന്ന നാല് ടയറിന്റെ അടുത്തും 4 ടീം വരും. ഫ്രണ്ടിൽ വേറൊരു ടീം വരും ഫ്യൂൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്, ബാക്കിൽ നോക്കാൻ ഒരു ടീം വരും, ഡ്രൈവറുമായിട്ട് സംസാരിക്കാൻ വേറൊരു ടീം വരും. സോ ദർ വിൽ ബി ലൈക്ക്, ഇത് മൊത്തം ചെയ്ത് ഇവരാന്ന് അവർ പറയാൻ പറ്റുമോ? ദേ ഹാവ് ഓൺലി ടേക്കൻ കെയർ ഓഫ് ലെഫ്റ്റ് ടയറിന്റെ ഇന്ന സിറ്റുവേഷൻ മാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ. റൈറ്റ് ടയർ വിൽ ബി ഡിഫറെന്റ് പീപ്പിൾ, ഈ ലെഫ്റ്റ് ഫ്രണ്ട് ടയർ വിൽ ബി ഡിഫറെന്റ് പീപ്പിൾ, ലെഫ്റ്റ് റിയർ ടയർ വിൽ ബി ഡിഫറെന്റ് പീപ്പിൾ, ഫ്യൂവൽ വിൽ ബി ഡിഫറെന്റ് പേഴ്സൺ. സോ ഈച്ച് തിങ് ആസ് വൺ വർക്കാണ് അത് ആക്ച്വലി അല്ലെ. വണ്ടിന്റെ ടയർ മാറ്റാൻ ഒരു വൺ വർക്ക്, അല്ലെങ്കിൽ വണ്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒറ്റ വർക്കാണ്. ബേസിക്കലി ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പീസസ്. അപ്പം അതിന്റെ ഗുണം എന്താണ്, ഇങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ കോംപ്ലക്സ് ആക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? There is a specialization. The person who is handling the rear tire is the expert of handling the rear tire. അല്ലെ ഫ്രണ്ട് ടയർ ഹാൻഡിൽ ചെയ്യുന്ന ഈസ് ദ എക്സ്പെർട്ട്, യു ഓൺലി നോ ദാറ്റ്. അപ്പൊ അതിന്റെ മാക്സിമം നോളജ് അയാൾക്ക് ഉണ്ടാവും. എവിടെ ഉണ്ടാവും? അവിടെ ഉണ്ടാവും. സോ സ്പെഷ്യലൈസേഷൻ ആൻഡ് പെർഫെക്ഷൻ ആയിട്ടുള്ള ടെക്നോളജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു എന്ത് ചെയ്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ വന്നിട്ടുണ്ടത്. മൊത്തം കൊട്ട ഉണ്ടാക്കുന്നവന് അതിനകത്ത് സ്പെഷ്യലൈസേഷൻ ഇല്ല. അയാൾക്ക് കൊട്ട ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്താണ്, അയാളുടെ വർക്കാണ് സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ ആണ്. ഇവിടെ എന്താണ്, ഡിവിഷൻ ഓഫ് ലേബർ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. മനസ്സിലായോ? ക്ലിയർ. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ വർക്കിന്റെ ക്രിയേറ്റിവിറ്റി പോയി. ഇപ്പൊ ചായ ഉണ്ടാക്കുന്ന ആരാണ്? ഇപ്പൊ ഒരു കോഫി മേക്കർ ആണെങ്കിൽ കോഫി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബിഫോർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എ പേഴ്സൺ വുഡ് ബി മേക്കിംഗ് കോഫി അല്ലെ. സോ ദർ ഇസ് എ ക്രിയേറ്റിവിറ്റി ഇൻ ദാറ്റ് കോഫി. ബട്ട് ആ ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ് പോയി. ഇപ്പൊ കോഫി, ഇപ്പൊ കഫേ കോഫി ഡേയിൽ ദർ ഇസ് എ കോഫി മെഷീൻ. സോ ഇറ്റ് വാസ് എ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഹു വാസ് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന സാധനം കംപ്ലീറ്റ്ലി മെഷീൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഉണ്ടാക്കി തരുന്നു, കഫേ കോഫി ഡേ. സോ കോഫി മെഷീൻസ് മെയ്ഡ് കോഫി. ദാറ്റ് ഈസ് എ ചേഞ്ച് ഹാപ്പൻ ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഹ്യൂമൻസിന് എന്തില്ല, സ്പേസ് ഇല്ല ക്രിയേറ്റിവിറ്റിക്കുള്ള. പറ്റിയോ?
കേട്ടോ വായിച്ച ഓൺലൈൻ വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഇവിടെ വരെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ആസ് വി ഡിസ്കസ് ദാറ്റ്, ഇനി എന്ത് വന്നു ഇവിടെ? There is a counter enlightenment movement. Okay, that is they are against the enlightenment period. So ഈ counter enlightenment period തന്നെ there are two people, kind of people. counter enlightenment extreme team ഉണ്ട്, ലിബറലും ഉണ്ട്. എക്സ്ട്രീം ടീം എന്തായിരിക്കും പറയാ? ഇത് ഒന്നും ശരിയല്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒരിക്കലും യാതൊരുവിധ അക്സെപ്റ്റൻസും ഇല്ല. ദേ വാണ്ടഡ് കംപ്ലീറ്റ് റിവേഴ്സൽ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വേണ്ട, ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന ചേഞ്ചസ് വേണ്ട, മൊണാർക്കിനെ മാറ്റുന്ന, ഡെമോക്രസി മാറ്റി, ഇതൊന്നും മാറ്റണ്ട. എക്സാക്ട്ലി എന്തായിരുന്നു ബിഫോർ ഈ റിനൈസൻസ് പീരീഡിലുള്ള സൊസൈറ്റി, അങ്ങനത്തെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സൊസൈറ്റിയിലേക്ക് ആർക്ക് പോകണം? ഈ എക്സ്ട്രീം തിങ്കേഴ്സിന് പോകണം. പക്ഷേ ഇതിനകത്ത് വരുന്ന വേറെ ലിബറൽ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന ടീമുണ്ട്. ലിബറൽ കൺസർവേറ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഗോയിങ് ബാക്ക് ഈസ് നോട്ട് പോസിബിൾ. A complete reversal of society is not possible, but there should be a equilibrium in the society. ഇപ്പൊ എന്താ സൊസൈറ്റിയിൽ ഇക്വിലിബ്രിയം ഇല്ല, ഇക്വിലിബ്രിയം നശിച്ചു വരികയാണ്. കാരണം there are exploitation, terror activities, അങ്ങനെ അല്ലെ, മൊത്തത്തിൽ അലമ്പാണ്. സോ റെയിൻ ഓഫ് ടെറർ നടക്കുന്നുണ്ട്. സോ there should be equilibrium. So how to find that equilibrium? To finding the underlying social patterns. അല്ലെങ്കിൽ ആ ഒരു ലോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിയെ തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഒരു വ്യൂ പോയിന്റിന്റെ തീരുമാനം എന്ന് പറയുന്നത്. സോ ബേസിക്കലി കൗണ്ടർ എൻലൈറ്റ്മെന്റ് പീരീഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസർവേറ്റീവ് തിങ്കേഴ്സ് ആണ് ബേസിക്കലി ദർ. സോ എക്സ്ട്രീമിസ്റ്റ് തിങ്ക് ദാറ്റ് ചേഞ്ചസ് ബോട്ട് ബൈ ദ എൻലൈറ്റ്മെന്റ് എന്താണ്? അഗെയിൻസ്റ്റ് ദി ബൈബിൾ, ആൻഡ് ദേ വെർ അഗെയിൻസ്റ്റ് ജെൻഡർ ഇക്വാലിറ്റി, ഡെമോക്രസി, മീൻസ് സയന്റിഫിക് തിങ്കിങ്. ഇതിനൊക്കെ അഗെയിൻസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഈ എക്സ്ട്രീമിസ്റ്റ്. സോ ദേ വാണ്ടഡ് ടു ബ്രിങ് ബാക്ക് ദ പാട്രിയാർക്കി, മൊണാർക്കി, എസ്റ്റേറ്റ് സിസ്റ്റം, കമ്മ്യൂണിറ്റി ലൈഫ് സ്റ്റൈൽ. പ്രൊമിനന്റ് തിങ്കേഴ്സ് അണ്ടർ ദിസ് സ്കൂൾ ആർ സെയിന്റ് സൈമൺ. സെയിന്റ് സൈമൺ ആണ് അഗസ്റ്റ് കോംപ്റ്റന്റെ ഗുരു. ഓക്കെ, അഗസ്റ്റ് കോംപ്റ്റന്റെ ടീച്ചറാണ് സെയിന്റ് സൈമൺ ഒക്കെ വരുന്നത്. സെയിന്റ് സൈമൺ, അതേപോലെ തന്നെ ജോസഫ് ഡി മൈസ്ട്രി, ഇവരൊക്കെ എന്താണ്? ബേസിക്കലി റിലീജിയസ്, കുറച്ച് റിലീജിയസ് ബൈബിളിക്കൽ ആളുകളാണ് ഇവരൊക്കെ. ഓക്കെ, സോ ഇവർക്ക് എന്ത് വേണം? കംപ്ലീറ്റ് റിവേഴ്സൽ വേണം. മൊണാർക്കിയൽ സിസ്റ്റം, പാട്രിയാർക്കൽ സിസ്റ്റം, എക്സ്ട്രീം ജോയിന്റ് ഫാമിലി സിസ്റ്റം, കമ്മ്യൂണിറ്റി ലിവിംഗ്, ഇതാണ് ഇവർക്ക് വേണ്ടത്. ഇൻഡിവിജ്വലിസത്തെ പറ്റി വേണ്ട. അനദർ ടീം ഓഫ് തിങ്കേഴ്സ്, they are called the liberal conservatives. They argue that return could not be possible, and due to the great social change, Saint Simon and Auguste Comte adopted this kind of perspective, and hence the objective of Saint Simon, Auguste Comte and Durkheim was to discover the underlying the pattern of the society. So underlying the pattern of society, it was argued that society would be reorganized in the social laws can be discovered. ഈ പാറ്റേൺ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ലോ ഉണ്ടാക്കണം. ഈ ലോ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രോബ്ലം മാറ്റിയിട്ട് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് റീസ്റ്റോർ ചെയ്ത് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആര് പറയുന്നത്? കോംറ്റെ പറയുന്നത്. സോ ഫോർ ദം കൈൻഡ് ഓഫ് എന്താ പറയാ, they are trying to find the underlying. So Durkheim was politically liberal but socially conservative ആയിരുന്നു. ഈ ചേഞ്ചസിനോട് ഇവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. they are liberal but സോഷ്യലിൽ വന്ന ഈ ചേഞ്ചസ് എന്ത് ചെയ്തിട്ടില്ല? അത്ര ഇഷ്ടപ്പെട്ടില്ല, കൺസർവേറ്റീവ് ആണ്. So they wanted to make the law to find, and this means that social order was given more important in the writings of Durkheim. Though he supported individual rights, therefore he supported individual rights എല്ലാം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും he never suggested going back എന്ത് ചെയ്യുന്നില്ല to old society. Instead suggested reform in the given society for the equilibrium. Society equilibriumത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവര് ചെയ്തിരുന്നത്. This led to the emergence of sociology. This is how sociology emerged. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തപ്പുന്നതിന്റെ സബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോളജി. അതിൽ ഏർലിയർ തിങ്കേഴ്സ് ആണ് സെയിന്റ് സൈമണും ഓഗസ്റ്റ് കോംറ്റെ, ഡർക്കെയിമും ഒക്കെ വരുന്നത്.
ഇതിനകത്താണ്. ഓക്കെ, ഈ കൺസർവേറ്റീവ് തന്നെ റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിൽ അണ്ടറിൽ വരുന്ന ആളാണ് കാൾ മാർക്സ്. ഈ സാധനം എന്താണ്, പണ്ടത്തേക്കും തിരിച്ചു പോണ്ട, ഇപ്പോഴുള്ള സാധനം വേണ്ട, വേറൊരു സാധനം, ഇത് റാഡിക്കലായി ചിന്തിക്കുന്ന ആളാണ് കാൾ മാർക്സ്. ഓക്കെ, ദിസ് ഈസ് ഹൗ സോഷ്യോളജി emerged. Congratulations. Finally, sociology as a subject matter emerged. Enjoy. സോ അതിനകത്ത് ഫസ്റ്റ് തിങ്കർ ആണ്. ബേസിക്കലി നമുക്ക് ഈ ഓഗസ്റ്റ് കോംപ്റ്റനെ പറ്റി പഠിക്കാനായിട്ട് തിങ്കർ എന്ന രീതിയിൽ ഓഗസ്റ്റ് കോംപ്റ്റനെ പഠിക്കാനില്ല. ദോ ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി. കുറച്ച് സ്റ്റഡീസ് മാത്രമേ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളൂ. സോ ഇനിഷ്യലി സോഷ്യോളജി ആസ് എ സബ്ജക്ട് മാറ്റർ എമർജ് ചെയ്യാനും, സോഷ്യോളജി എന്നുള്ള സോഷ്യൽ ഫിസിക്സ് എന്നാണ് ഇനിഷ്യലി പേരിട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ സോഷ്യോളജി ഒരു സയന്റിഫിക് സബ്ജക്ട് ആയിട്ടാണ്, സയൻസ് പോലെയുള്ള സബ്ജക്ട് ആയിട്ടാണ് ഓഗസ്റ്റ് കോംപ്റ്റൻ എന്ത് ചെയ്യുന്നത്, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതും. ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനിഷ്യലി ഒരു മൂവ്മെന്റ് ആയിട്ട് സോഷ്യോളജിനെ മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ വലിയ രീതിയിലുള്ള ഒരുപാട് എന്ത് ചെയ്ത തിയറീസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ബേസിക് ആയിട്ട് ജസ്റ്റ് ഒരു സാധനം ഓഗസ്റ്റ് കോംപ്റ്റന്റ് 3 സ്റ്റേജസ് ഓഫ് സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റി 3 സ്റ്റേജസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകാന്നുള്ള പറയുന്നത്. ഫൈനലി എന്തായിരിക്കും സൊസൈറ്റി, ഒരു സയന്റിഫിക് സൊസൈറ്റിയിലേക്ക് എത്തും എന്നുള്ളതാണ് കോംപ്റ്റന്റ് ഒരു ബേസിക് ഐഡിയ. സോ കോംപ്റ്റെ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ നെഗറ്റീവ് ഫിലോസഫി. എന്താണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഒരു നെഗറ്റീവ് ഫിലോസഫിയാണ്. ബിക്കോസ് ദർ ഈസ് മോർ ഓഫ് എ ഇൻഡിവിജ്വലിസം റാദർ ദാൻ കമ്മ്യൂണലിസത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണൽ ലിവിങ്ങിന് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽസിനാണ്. ഈ റെയിൻ ഓഫ് ടെറർ ഒക്കെ നടക്കാൻ കാരണം, ദ റെയിൻ ഓഫ് ടെറർ ഹാപ്പൻ ബിക്കോസ് ഓഫ് ദർ ആർ പീപ്പിൾ ഹു ആർ പാർട്ട് ഓഫ് ദി ഓൾഡ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വിച്ച് ദർ ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ന്യൂ സിസ്റ്റം ഓഫ് ഗവർണൻസ്. ഓക്കെ, സോ 2 പുതിയ ഐഡിയാസ് വരുമ്പോൾ, ഒന്ന് എന്താണ് കമ്മ്യൂണൽ സിസ്റ്റം ഓഫ് ഐഡിയയും, 2 ഇൻഡിവിജ്വൽ സിസ്റ്റം ഐഡിയയും. അപ്പൊ 2 സെഗ്മെന്റ് ഓഫ് പീപ്പിൾ ഈ സൊസൈറ്റിയിൽ വരുമ്പോൾ ദർ വിൽ ബി ക്ലാഷ്. സോ ഒരു സൊസൈറ്റി എങ്ങനെയാണ് മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യുന്ന ആദ്യം ഓർഡർ ഉണ്ടാവും. ഈ ഓർഡർ എന്ത് ചെയ്യും, ഈ ഓർഡറിൽ നിന്ന് പുതിയൊരു ഐഡിയ എമർജ് ചെയ്യും. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്ട് വരും. സോ ദർ വിൽ ബി ഡിസോർഡർ. ഫൈനലി സൊസൈറ്റി എങ്ങോട്ട് പോകും, ഓർഡറിലേക്ക് തിരിച്ചു വരും. ഇങ്ങനെയാണ് സൊസൈറ്റി എന്ത് ചെയ്യുക, ഒരു ലീനിയർ ടൈപ്പ് ആണ്. അതായത് ഒരു പ്രോഗ്രസീവ് ആയിട്ട് സൊസൈറ്റി പോവാ, ഒറ്റ ലൈനിലേ പോവുള്ളൂ. ആദ്യം ഓർഡർ ഉണ്ടാവും, ദാറ്റ് ഈസ് മോണാർക്ക്. പ്രീ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, പ്രീ ഓർഡർ ആയിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പുതിയ ഐഡിയാസ് ഓഫ് ഇൻഡിവിജ്വലിസവും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും റിനൈസൻസ് ഒക്കെ വന്നു. ദാറ്റ് ലെഡ് ടു ഡിസോർഡർ ഇൻ ദ സൊസൈറ്റി. പക്ഷെ ഇതൊരു ട്രാൻസിഷൻ ഫേസാ. എങ്ങോട്ട് പോകണം സൊസൈറ്റി, ഓർഡറിലേക്ക് പോകണം. അതിനുള്ള ലോ കണ്ടെത്താനാണ് മച്ചാൻ എന്ത് ചെയ്തത്, ഇറങ്ങിയിട്ടുള്ളത്. ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ ഓഗസ്റ്റ് കോംപ്റ്റെ റിഗാർഡഡ് enlightenment as a negative philosophy because it's had disturbed the social order by undermining the traditional institutions like estate system, church, patriarchy, communal system. ഇതിനൊക്കെ എന്ത് ചെയ്തു, ഇവര് അണ്ടർമൈൻ ചെയ്തു ഈ എൻലൈറ്റ്മെന്റ്. അതുകൊണ്ട് ഇതെന്തായാലും ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ല, ഒരു നെഗറ്റീവ് ഫിലോസഫിയാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സജസ്റ്റ് സൊല്യൂഷൻ, ഈ ബിലീവ് ദാറ്റ് റിയൽ കോസ് ഓഫ് സോഷ്യൽ ഡിസോർഡർ, ഇന്റലക്ച്വൽ ഡിസോർഡർ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇന്റലക്ച്വൽ ഡിസോർഡർ. അതായത് എന്താണ് ഇന്റലക്ച്വൽ ഡിസോർഡർ? ഒരു ടീംസ് വിചാരിക്കുന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് നല്ലത്, ഒരു ടീം വിചാരിക്കുന്നു ഇൻഡിവിജ്വൽ ലിവിംഗ് ആണ് നല്ലത്. ഇതൊരു ഇന്റലക്ച്വൽ ഡിസോർഡർ ആണ്. സൊസൈറ്റിയിൽ 2 തോട്ട് വന്നിട്ടുണ്ട്. ഇത് ഒന്നായി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, പ്രശ്നം തീർന്നു. ഇതിൽ എവിടെ ഒന്നായോ അവിടെ ആ പ്രശ്നം തീരുന്നു. സോ ദിസ് ഇസ് എ ട്രാൻസിഷൻ പീരീഡ്. കുറച്ച് കാലത്തേക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പേരാണ്. എല്ലാവരും എന്ത് ചെയ്യണം, വെൻ എവറി വൺ തിങ്സ് ഓൺ ദ സിമിലർ ലൈൻ, ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഈ വാസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സയന്റിസ്റ്റ് സ്കോളേഴ്സ് ലൈക്ക് കെപ്ലർ, കോപ്പർനിക്കസ് ആൻഡ് ന്യൂട്ടൺ. സോ ഇതുപോലെയുള്ള ആളുകളെയാണ് ശരിക്കും കോംപ്റ്റെ അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. സയൻസ്, അതായത് സയന്റിസ്റ്റുകളെയാണ് എന്ത് ചെയ്തത്, കോംപ്റ്റെ അട്രാക്ട് ചെയ്തത്. അതുകൊണ്ട് ഇവരെ പോലെ ആവണം എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം, കോംപ്റ്റെക്ക് ആഗ്രഹം. അതുകൊണ്ട് കോംപ്റ്റെ എന്ത് പറഞ്ഞു, എന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സയൻസ് ആണ്, സോഷ്യൽ സയൻസ് ആണ്. ജസ്റ്റ് ലൈക്ക് നാച്ചുറൽ ലോ ഈസ് ഗവേൺഡ് ബൈ, ജസ്റ്റ് ബൈ നേച്ചർ ഈസ് ഗവേൺഡ് ബൈ നേച്ചർ ലോസ്. സൊസൈറ്റി എങ്ങനെയായിരിക്കും, സൊസൈറ്റി നേച്ചറിൽ ഉണ്ടായ സാധനമാണ്. അതുകൊണ്ട് സൊസൈറ്റിയിൽ എന്തുണ്ട്, നേച്ചർ ലോസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ നേച്ചർ ലോസ് ഫൈൻഡ് ചെയ്താൽ മതി. ലൈക്ക് കെപ്ലർ, ലൈക്ക് ന്യൂട്ടൺ ഒക്കെ ഫൈൻഡ് ചെയ്ത പോലെ എന്ത് ചെയ്യണം, ആ നേച്ചർ ലോസ് കാണണം. ദ ടാസ്ക് ഓഫ് സയന്റിസ്റ്റ് ടു ഡിസ്കവർ ദി ലോ. സോ ദ ടാസ്ക് ഓഫ് സോഷ്യോളജിസ്റ്റ് ടു ഫൈൻഡ് ദി നേച്ചർ ലോസ് ഓഫ് സൊസൈറ്റി. സയന്റിസ്റ്റിന്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ലോ കണ്ടെത്തലാണെങ്കിൽ, സോഷ്യോളജിസ്റ്റിന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ ലോസ് കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ദെയർഫോർ ഓഗസ്റ്റ് കോംപ്റ്റെ ഡെവലപ്പ് ദ ഫസ്റ്റ് എവർ ലോ ഓഫ് സോഷ്യൽ എവല്യൂഷൻ. സോ ഇതാണ് കോംപ്റ്റന്റെ 3 സ്റ്റേജസ് ഓഫ് സോഷ്യോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓരോ സൊസൈറ്റി 3 സ്റ്റേജസിലൂടെ കടന്നു പോകും. സോ ഈ ലോ പുള്ളി കണ്ടെത്തിയ ലോസ് ആണ്.
So first stage of theological stage, then metaphysical stage, and there is a scientific stage. Theological stage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A society completely based on religious explanation. ഇവിടെ കംപ്ലീറ്റ്ലി എന്താണ്? എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ്ലി റിലീജിയസ് ആയിരിക്കും. സൊസൈറ്റി കംപ്ലീറ്റ്ലി ഡ്രിവൺ ബൈ റിലീജിയസ് തോട്ട്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമോ? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. കാരണം എവറിബഡി ദർ ഇസ് നോ ഇന്റലക്ച്വൽ ഡിസോർഡർ. ഇന്റലക്ച്വൽ ഡിസോർഡർ എന്തുകൊണ്ട് ഉണ്ടാവില്ല? കാരണം സൊസൈറ്റി ആരും എന്ത് ചെയ്യുന്നില്ല, എല്ലാവരും ഇതിന് എഗെയിൻസ്റ്റ് ആരും ചിന്തിക്കുന്നില്ല. ഇത് ദൈവമല്ല പറഞ്ഞെന്ന് ആരും വിചാരിക്കുന്നില്ല. എവറിത്തിങ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദി theological study. Everything explained by religion. It's a stage where people explain everything on religious fashion. For example, if a disease, if there's a pandemic happened, it is maybe God's sin. If there is any kind of rain happened, there is no rain, what we should do? It's not because of El Nino, it is because of some sin happened in the society. We need to conduct what? Puja. Okay. So that's how, everything, operation, you can do surgery because it's a sin. So everything is explained by the religion. But the next stage is a metaphysical stage. This is kind of a stage people explain everything in an abstract fashion. But this explanation are not very clear, but there is a departure from God-centric explanation. Clear alla, പക്ഷെ ഇവിടെ എന്തുണ്ട്? God-centric അല്ല, പക്ഷെ ഇവർ അബ്സ്ട്രാക്ട് ആണ്. പക്ഷെ ഇവർക്ക് കൃത്യമായിട്ട് ഐഡിയാസ് ഇല്ല. അപ്പൊ സയൻസിന്റെ ഇനീഷ്യൽ ഡെവലപ്മെന്റ്, they started saying that എന്താണ്, ഭൂമി ചുറ്റുമല്ല കറങ്ങുന്നത്, നമ്മളല്ല, സണ്ണല്ല ചുറ്റും കറങ്ങുന്നത്, നമ്മളാണ് ചുറ്റും കറങ്ങുന്നത്. പക്ഷെ ഇത് തെളിയിക്കാനുള്ള പ്രൂഫ് പിന്നീടാണ് വരുന്നത്. ഇപ്പൊ കെപ്ലർ സെഡ് ദാറ്റ് എർത്ത് റിവോൾവ് അറൗണ്ട് ദി സൺ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ലേറ്റർ പ്രൂവ്ഡ് ബൈ ഗലീലിയോ. പ്രൂവ് ചെയ്യുന്നത് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പ്രൂവ് ചെയ്തു പോകുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ഇനിഷ്യലി എന്ത് ചെയ്യുന്നു, കോപ്പർനിക്കസ്. ഓക്കെ, സോ ഇത് പ്രൂവിങ് പിന്നെ വരുന്നത്. അതേപോലെ ഇവിടെ എന്താണ്, ദേ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഇൻഡിവിജ്വലിസം, ദേ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ ആയിട്ടുള്ള എന്താ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ദർ ഈസ് എ കോൺഫ്ലിക്ട്. കാരണം ഒരു ടീം ഇപ്പോഴും പറയുന്നത് എന്താണ്, റിലീജിയസ് ഫാഷൻ ആണ്. മറ്റേ ടീം എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി സയന്റിഫിക് സാധനത്തിന്റെ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഫൈനലി ഏത് സൊസൈറ്റി ഇതിലേക്ക് പോകും, എ സ്റ്റേജ് എക്സ്പ്ലെയിൻ എവറിത്തിങ് ഇൻ ദി അബ്സ്ട്രാക്ട് ഫാഷൻ. മറ്റൊരു രണ്ടും ഉണ്ട്, അബ്സ്ട്രാക്ട് ഫാഷനും ഉണ്ട്, സയന്റിഫിക് സ്റ്റേജും ഉണ്ട്. സയന്റിഫിക് സ്റ്റേജിൽ എവറിത്തിങ് എക്സ്പ്ലെയിൻഡ് ഓൺ ദി സയന്റിഫിക് ഫാക്ഷൻ. എല്ലാം എന്തിന്റെ പേരിലാണ് ചെയ്യുക, സയൻസിന്റെ പേരിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. വുഡ് ബി ലോജിക്കൽ എക്സ്പ്ലനേഷൻ. വാട്ട് എവർ ദർ ഇസ് ഹാപ്പൻ ദർ വിൽ ബി ലോജിക്. എവറിത്തിങ് ബേസ്ഡ് ഓൺ റാഷണാലിറ്റി, എവറിത്തിങ് ബേസ്ഡ് ഓൺ സയൻസ്. ഈ മൂന്ന് സ്റ്റേജിലൂടെ സൊസൈറ്റി എന്ത് ചെയ്യും, കടന്നു പോകും. സോ കോംറ്റെ സെഡ് ദാറ്റ് ദ റെയിൻ ഓഫ് ടെറർ വാസ് ഇന്നവിറ്റബിൾ ബിക്കോസ് ഇറ്റ്സ് എന്തുകൊണ്ടാണ് ഇത് ഇന്നവിറ്റബിൾ എന്ന് പറയുന്നത്, ദർ ഇസ് എ കോൺഫ്ലിക്ട്, ഇന്റലക്ച്വൽ ഡിസോർഡർ ഫ്രം ദി എസ്റ്റേറ്റ് സിസ്റ്റം ഉണ്ടായിരുന്ന സിസ്റ്റത്തിലും പുതിയ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുള്ളതിനകത്തൊരു കോൺഫ്ലിക്ട് ഉണ്ടാവും. സോ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന സൊസൈറ്റിയിൽ ഇല്ലാതാക്കാൻ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ ആ ഡിസ്ട്രക്ഷൻസ്, ആഫ്റ്റർ ഫ്രഞ്ച് റവല്യൂഷനുള്ള ഡിസ്ട്രക്ഷൻസ് ഒരിക്കലും സൊസൈറ്റിയിൽ ഒഴിവാക്കാൻ പറ്റില്ല. ബിക്കോസ് ദിസ് ഈസ് റിസൾട്ട് ഓഫ് എവല്യൂഷൻ ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് എ ന്യൂ സെറ്റ് ഓഫ് ഐഡിയാസ് ആൻഡ് റെസിസ്റ്റന്റ് ബൈ സപ്പോർട്ടേഴ്സ് ഓഫ് ഓൾഡ് സിസ്റ്റം. ഇതെല്ലാ സൊസൈറ്റിയിലും ഇങ്ങനെ നടക്കുന്നതാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ലോ, സയന്റിഫിക് ലോ. സോ എവറി സൊസൈറ്റി മൂവ് ഫ്രം എവിടെയാണ്, റിലീജിയസ് സ്റ്റേജ് ഓഫ് സൊസൈറ്റി തൊട്ട് എങ്ങോട്ട് പോകും, സയന്റിഫിക് സ്റ്റേജിലേക്ക് പോകും. സോ എല്ലാ സൊസൈറ്റിയും മൂവ് ചെയ്യുന്നത് തിയോളജിക്കൽ സ്റ്റേജിൽ തുടങ്ങി കഴിഞ്ഞാൽ സയന്റിഫിക് സ്റ്റേജിലേക്ക് എല്ലാ സൊസൈറ്റിയും പോകും. അപ്പം ഇതിന് നടുക്കുള്ള ട്രാൻസിഷൻ സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്, മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പൊ ഫ്രഞ്ച് സൊസൈറ്റി അങ്ങനെ കടന്നു പോയിട്ടുള്ളൂ. അപ്പൊ അതൊരിക്കലും അവോയ്ഡ്, കാരണം ഇത് ലോ ആണ്, എല്ലാ സൊസൈറ്റി ഇങ്ങനെ പോയേ മതിയാവുള്ളൂ. ഓക്കെ, സോ ഹി മെയ്ഡ് പ്രഡിക്ഷൻ ഇസ് ദാറ്റ് ഗ്രാജുവലി ഈ ഇപ്പം എന്താണ്, ഇത് നടക്കുന്ന സമയത്ത് സയന്റിഫിക് തിങ്കിങ് മൊത്തം വന്നിട്ടില്ല. ഇത് നടക്കുന്ന സമയത്ത് ഇവർ എന്തിലാണ്, കോൺഫ്ലിക്റ്റിന്റെ സമയത്താണ്. സോ ഗ്രാജുവലി ഇതൊക്കെ മാറി എങ്ങോട്ട് പോകും, സൊസൈറ്റി കംപ്ലീറ്റ്ലി സയന്റിഫിക് ആവും. ആ സയന്റിഫിക് ആവുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, തീരും. എല്ലാവരും എന്ത് ചെയ്യും, സയന്റിഫിക് ഫാഷനിൽ തിങ്ക് ചെയ്യാൻ നോക്കും. സോ ന്യൂ നോർമൽ വരും. ദിസ് ഈസ് ഹൗ ദ സോഷ്യൽ ഓർഡർ വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് അഗൈൻ. ആദ്യം സോഷ്യൽ ഓർഡർ ഉണ്ടായി, അത് ഡിസോർഡർ ആയി, വീണ്ടും എന്ത് ചെയ്യും, സോഷ്യൽ ഓർഡർ വരും. എല്ലാവരും സയന്റിഫിക് ആയിട്ട് എന്ത് ചെയ്യും, തിങ്ക് ചെയ്യാനും എല്ലാവരും സയന്റിഫിക് ആയിട്ട് കാര്യം പറയാൻ തുടങ്ങും. He was regarded as a counter-enlightenment thinker because he considered enlightenment as a negative philosophy and disturbed the social order and wanted to establish a new social order. ഇപ്പോൾ സോഷ്യൽ ഓർഡർ റൈറ്റ് അല്ല, പുതിയ സോഷ്യൽ ഓർഡർ ഉണ്ടാക്കണം എന്ന് പുള്ളി പറഞ്ഞതുകൊണ്ടും ഈ ചേഞ്ചസ് ഹാപ്പൻ ചെയ്തത് നെഗറ്റീവ് ആയിട്ടാണ് പുള്ളി എന്ത് ചെയ്തത്. വാട്ട് എവർ ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദ എൻലൈറ്റ്മെന്റ് പീരീഡ് പുള്ളി പോസിറ്റീവ് ആയിട്ടല്ല കണ്ടത്. ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഫിലോസഫി. എന്തുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് കാണാൻ കാരണം, പുള്ളിയെ സംബന്ധിച്ചുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് എന്താ, സ്റ്റെബിലിറ്റി ഓഫ് ദ സൊസൈറ്റി. ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെടാത്തത്. അപ്പൊ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ട് അതെന്താണ്, നെഗറ്റീവ് ഫിലോസഫിയാണ്. സോ അൾട്ടിമേറ്റ്ലി സൊസൈറ്റി എന്ത് ചെയ്യണം, ദർ ഷുഡ് ബി ലോ ഓഫ് സൊസൈറ്റി, അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഈച്ച് ഫിലോസഫർ. ദാറ്റ് മീൻസ് എല്ലാ സയന്റിസ്റ്റും എന്ത് ചെയ്യണം, സോഷ്യൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ എല്ലാ സോഷ്യോളജിസ്റ്റും എന്ത് ചെയ്യണം,
സോഷ്യൽ ലോ കണ്ടെത്തലാണ് അവരുടെ ഒബ്ജക്റ്റീവ്. ആ സോഷ്യൽ ലോ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ദർ വിൽ ബി ആൻ ഓർഡർ മൂവ്മെന്റ് ഫ്രം സോഷ്യൽ ഓർഡർ ടു ഡിസോർഡർ ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഓർഡറിലേക്ക് പോകുന്ന പോലെ വരും. സോ അതായത് സോഷ്യൽ സ്റ്റാറ്റിക് ടു സോഷ്യൽ ഡൈനാമിക്. സോഷ്യൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദർ ഇസ് എ സ്റ്റെബിലിറ്റി. സോഷ്യൽ ഡൈനാമിക്, ദർ ഇസ് എ സോഷ്യൽ ചേഞ്ച്. So each society will move to, so there is a social static in a society where there is no change, static, and there is a social dynamics. There is a period of social change in the society. രണ്ടിനെ പറ്റിയാണ് പറയുന്നത്. So according to him, social reality has a two dimension, namely the stability and change. Okay, stability is social static, change എന്താണ്? social dynamic as per Comte. Okay, and social static is the study of social stability. Social static is the study of social stability, and social dynamic is the study of social change. The society move from social static to social change. Every society will be having social static as well as social changes. എല്ലാ സൊസൈറ്റിയിലും ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ദ തിയറി ഓഫ് കോംറ്റെ. സോ കോംറ്റെ എന്ന് പറയുന്നത് ഈ പീരീഡ് നെഗറ്റീവ് പീരീഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫിലോസഫി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രപ്ഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ എന്ത് ചെയ്യണം? എല്ലാ സൊസൈറ്റിയും 3 സ്റ്റേജസിലൂടെ, ലോ ഓഫ് 3 സ്റ്റേജസ് ഓഫ് സൊസൈറ്റി ഉണ്ട്. അതിലൂടെ എന്ത് ചെയ്യുന്നതാണ്? കടന്നു പോകണം. സോ അതിലാണ് ഒന്ന് തിയോളജിക്കൽ സ്റ്റേജസ് വരുന്നത്, മെറ്റാഫിസിക്കൽ സ്റ്റേജ് ആൻഡ് സയന്റിഫിക് സ്റ്റേജ്. ആൻഡ് തിയോളജിക്കൽ സ്റ്റേജ് എവറിത്തിങ് ബേസ്ഡ് ഓൺ റിലീജിയൻ. സെക്കൻഡ് എന്താ? മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്താണ്? അബ്സ്ട്രാക്റ്റിന്റെ ബിഗിനിങ് ആണ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ദർ ആർ കോൺഫ്ലിക്ട് ഓഫ് ഇന്റലക്ച്വൽ ഡിസോർഡർ വിൽ ബി ദർ ഇൻ ദിസ് പർട്ടിക്കുലർ ഏരിയ. സോ കോൺഫ്ലിക്ട് ഉണ്ടാവും, ദർ വിൽ ബി ടെറർ, റെയിൻ ഓഫ് ടെറർ പോലെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും, വയലൻസ് ഉണ്ടാവും, ഡിസോർഡർ ഉണ്ടാവും. ആൻഡ് ഫൈനലി ദിസ് സൊസൈറ്റി മൂവ് ടു എ ന്യൂ സൊസൈറ്റി വിച്ച് ഈസ് കോൾഡ് സയന്റിഫിക് society, where everything is experienced based on science. Is it true? This was the prediction of Comte. പക്ഷെ റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് ട്രൂ ആണോ? ഫോർ എക്സാമ്പിൾ, വെൻ യു ലുക്ക് അറ്റ് ദ സൊസൈറ്റി നൗ, ആഫ്റ്റർ റിനൈസൻസ് എന്താ വെച്ചാൽ ദർ ഇസ് എ പ്രോഗ്രസ് ഓഫ് അബ്സ്ട്രാക്ട് ടോക്കിംഗ്, സയന്റിഫിക് എക്സ്പ്ലനേഷൻ വന്നു. നൗ ദർ ഇസ് എ റിവേഴ്സൽ. പീപ്പിൾ അഗെയിൻ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് റിലീജിയൻ. പീപ്പിൾ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് കമ്മ്യൂണൽ ലിവിംഗ്. In India also you can see a reversal of this particular area. So after the reign of terror നടന്നു, probably ഭക്തി മൂവ്മെന്റ് വരുന്നു. ഭക്തി മൂവ്മെന്റ് is a conflict area, like Renaissance period പോലെ തന്നെ ഭക്തി മൂവ്മെന്റിന് ശേഷം പീരീഡ് വരുന്നു. Then again there is a reversal back to നമ്മൾ എന്താ എങ്ങോട്ട് പോകണമായിരുന്നു? സയന്റിഫിക്കിലേക്ക് പോകണമായിരുന്നു. So now what is actually happened? Law of scientific സ്റ്റേജിൽ എന്തുണ്ടാവില്ല? റിലീജിയൻ ഉണ്ടാവില്ല. കോംപ്റ്റേനെ സംബന്ധിച്ചോളം everything explained based on science ആണ്. But now ISRO, before putting a missile, means satellite, we are going to Tirupati. So religion and science is coexisting. Earlier people thought that religion and science will be in a conflict, but the actually situation endana? Both are coexisting together aanu ചെയ്തുകൊണ്ടിരിക്കുന്നത്. So that's completely theory correct ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, but that's what the theory they made. We have a supporting argument as well as no opposing argument ഉണ്ടാവുമല്ലോ. Okay, മെറ്റാഫിസിക്സ് ആണ് റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. When there is a സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്, ആസ് വെൽ ആസ് എന്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്? റിലീജിയസ്. പക്ഷെ കംപ്ലീറ്റ്ലി പ്രൂഫ്ഡ് അല്ല. തിയറീസ് ഒന്നും ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ. അബ്സ്ട്രാക്ട് ആണ് കംപ്ലീറ്റ്ലി. അവർ ഐഡിയോളജീസ് പറഞ്ഞു തുടങ്ങി. ഇൻഡിവിജ്വലിസം ഐഡിയോളജീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ജനറൽ വില്ലിനെ പറ്റി ഇവർക്ക് സംസാരിച്ചു തുടങ്ങി. ബട്ട് ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഓൾ ദീസ് ഫിലോസഫീസ്. സോ അപ്പം 2 ടീമായി. വൺ ടീം സപ്പോർട്ട് ദിസ് ഐഡിയ, വൺ ടീം സപ്പോർട്ട് ദ അതർ ഐഡിയ. ദർ വിൽ ബി കോൺഫ്ലിക്ട്. ഇവർ തമ്മിൽ തല്ലും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റി എന്ത് ചെയ്യും? മാറി അടിപൊളിയായിട്ട് സയന്റിഫിക് സൊസൈറ്റിയിലേക്ക് പോകും. അവിടെ സയൻസ് ബേസ്ഡ് ആയിരിക്കും സൊസൈറ്റി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓൺലൈൻ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, നാളെ. ഓക്കെ, താങ്ക് യു.